ഹായ് ഗായ്സ്, നമ്മളെ സൈലത്തിൻ്റെ ഒരു ടൂർണമെൻറ്റ് നമ്മളിന്ന് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. സോ എല്ലാവരും പപ്പടിച്ചേരും. ഓക്കെ പാർട്ട് 2 വീഡിയോ ആണെന്ന് കൂടെ പറയും. പാർട്ട് 2 ഫിഫ വേൾഡ് കപ്പിന്റെ പാർട്ട് 2 വീഡിയോ. ഫിഫ വേൾഡ് കപ്പിന്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. ഹേ ഗായ്സ്, വെൽക്കം ടു എടാ എനിക്കൊരു മൈക്ക് വേണോ? നോക്കടി, ബൂട്ട് കണ്ടടി, ഗോൾഡൻ ബൂട്ടിന്റെ എണ്ണം നോക്കടി. എടി പോടി, 7-Upന്റെ താഴെ ആടി 5 7-Up 7-Up പോടിയുള്ളത് അത് നോക്കടി. എഴുതിയത് വായിച്ചു നോക്കി. 471 പ്ലേയേഴ്സ്, 89 പ്ലേയേഴ്സ്, അത് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളെ ടർഫ് എത്തിയിരിക്കുകയാണ്. കാണികൾ ദയവായി മാറി നിൽക്കേണ്ടതാണ്. ഓ അനഗേച്ച് ഏതാ ടീം? അതേതാ? അപ്പോൾ ഫൈനലി വി ആർ ഓൺ ടർഫ് ഏതാ ചോദിച്ചാൽ സെറ്റ. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ കാലാവസ്ഥാ കേന്ദ്രത്തിനോട് നമ്മൾ ഓൾറെഡി കളി തുടങ്ങിയിട്ടുണ്ട്. നിയാസ്ക സീൻ. അപ്പോൾ ഫൈനലി വി ആർ ഓൺ ടർഫ്. ഓ ലക്ഷ്മി അമ്മാൾ, വാട്ട് എ ഗോൾ! ലക്ഷ്മി അമ്മാൾ, എടാ ഇത് എൻ്റെ വീഡിയോ. അടുത്തതായിട്ട് നെയ്മർ ജൂനിയർ. ഓക്കെ, ലക്ഷ്മി അമ്മ മൈക്ക് എവിടെയാണ്? അത് ഞാൻ മൈക്ക് എടുക്കുക. ഓ വാട്ട് ഷോട്ട്! നിയാസിന്റെ ഒരു അത്യുഗ്രമായിട്ടുള്ള ഒരു ഷോട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ലക്ഷ്മി അമ്മാളുടെ അടുത്തേക്കാണ്. എടാ ബോള് ലക്ഷ്മി അമ്മാൾ. ഇത് ഈ നെയ്മർ ജൂനിയറിന്റെ അടുത്ത്. അത് അപ്പുറത്തെ ഒരു നെയ്മർ ജൂനിയർ ഉണ്ട്. ലക്ഷ്മി അമ്മാളുടെ അത്യുഗ്രമായിട്ടുള്ള പ്രകടനത്തിലൂടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ഓ വാട്ട് ഷോട്ട്! ഇറ്റ്സ് ലക്ഷ്മി അമ്മാളിന് എന്താ പറയാനുള്ളത്? ഇതിലൊന്ന് പറഞ്ഞോളൂ തുടക്കത്തിൽ തന്നെ. അപ്പോൾ ആരാണ് നിങ്ങളുടെ ഏത് ടീം തൂക്കുന്നത്? ഞാൻ ഒരു ടീമിലും ഇല്ലാത്ത കാരണം കൊണ്ട് ഇത് ആരെങ്കിലും ഗോളിയല്ല, റഫറി. ഞാൻ ഈ കളിയിൽ വെറും ഡെഫറി. ലക്ഷ്മി അമ്മാളിനെ കളി അറിയുന്നതുകൊണ്ട് ലക്ഷ്മി അമ്മാൾ ഡെഫറി ആയിട്ട് നിൽക്കുന്നതാണ്. മെസ്സി ഫ്രം കാട്ടാക്കട. Ball the last over. Nias. Ikya! Oh, what a shot! Good. എടാ ഗോളി നമ്മളുടെ ഫ്രാൻസിന്റെ ചങ്കുറപ്പ്. എടാ ബാക്കിൽ തിരി. നിന്റെ പേരെന്താ? അയ്യേ, പേര് ഇതാണെന്നാണ് പറയുന്നത്. ലക്ഷ്മി അമ്മാൾ ഓൺ സ്ട്രൈക്ക്. ഓൾ പ്ലേയേഴ്സ് ആർ എത്തിയിട്ടുണ്ട്. കുറേ നെയ്മർ ഫാൻസ്, കുറേ മെസ്സി. ഇനി അർജന്റീനയുടെ കഴിവ് പറഞ്ഞോളൂ. അർജന്റീനയുടെ ഞങ്ങൾ കപ്പടിക്കും. അതാണ് മെസ്സി. അവിടെ ബാക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും. നെയ്മർ. ഓ മെസ്സി. മെസ്സിനെ കുറിച്ച് 2 വാക്കുകൾ. ഇത് കുന്നംകുളം വേർഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ അല്ല. ഗോൾ പോസ്റ്റിന് പുറത്തേക്ക് മെസ്സി ഗോൾ അടിക്കുന്നു. ചെറിയതായിട്ടൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ചെക്കൻ നമ്മൾ ലക്ഷ്മി അമ്മാൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്നും എടുത്തിട്ടില്ല. അത് ഗൈസ് അപ്പോൾ ഫസ്റ്റത്തെ ലൈനപ്പ് എന്ന് പറയുന്നത് അർജന്റീന ഫാൻസ്, കാട്ടൂർ കടവ് ആൻഡ് അടുത്തേതാ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ ഗൈസ്. അപ്പോഴത്തെ ഈ ഒരു ജർമ്മനിയുടെ കൂട്ടുകാർ. ഓക്കെ, അഞ്ജലേച്ചി അപ്ലൈ പറഞ്ഞ ഒരു ക്രിക്കറ്റിന്റെ ക്രിക്കറ്റിൽ ഞങ്ങൾ തിരിഞ്ഞ് ജയിക്കുന്നു. നെയ്മർ അതും പോയി. ഏക്കയുടെ കൂട്ടുകെട്ട്. ഇതാടാ മൈക്ക്. നിനക്കൊരു മൈക്ക് വേണോ? ഒന്നും കൂടെ എടുത്തിട്ട് മൈക്ക് വേണ്ട. ഇതാ ക്രിക്കറ്റിൽ നമ്മൾ ജയിച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ക്രിക്കറ്റ് കളിയാണ്. കളിക്കുന്നുണ്ട്. HR റാസി സൂപ്പർ പ്ലേ. ഹാരോൺ നോക്കാം എന്ത് ചെയ്യുന്നു. ലൈനപ്പ്. ഗൈസ് അപ്പോൾ കാണികൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് മാച്ച് എന്ന് പറയുമ്പോൾ അർജന്റീന വിയസ് ഇവരുടെ ടീമിൻ്റെ പേരെന്ത്? ബ്രസീൽ അല്ലേ? പോർച്ചുഗലാണോ? സീൻ ബ്രോ. അപ്പോൾ ഇവരാണ് പോർച്ചുഗലും. ഓക്കെ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് കളി ചെറിയൊരു മാറ്റമുണ്ട്. അർജന്റീനയും ബ്രസീലും അല്ല, അർജന്റീന വിയസ് ജർമ്മനി. കൊടിയൊക്കെ ഉണ്ട്. ആകെ ശരിക്കും പറഞ്ഞാൽ ജർമ്മനിക്ക് മാത്രമേ ഉള്ളൂ കൊടി. ശരി, അത് കാര്യമില്ലടാ, അത് ചെറിയ പ്രശ്നങ്ങൾ വരുന്നതാണ്.
അപ്പോൾ ഫസ്റ്റ് മാച്ച് ജർമ്മനി വേസ് അർജന്റീന. എത്ര പ്ലേയേഴ്സാണ്? 11 ഉണ്ടാവോ അല്ല 5-4? 7 സെവൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഈ ഒരു നിമിഷത്തിൽ കൊടി ഇല്ലാത്തതുകൊണ്ട് ബ്രസീലിന് കൊടി വരുന്നുണ്ട്. ഓൺ ദ വേ ആണ്, നമ്മൾ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ബ്രോ, നിങ്ങൾ ഏതാ ടീം? ഫ്രാൻസ് അല്ലേ? നിങ്ങൾ ഈ കൊടിൻ്റെ ആൾക്കാരല്ലല്ലോ. ഇത് മറ്റേ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഫ്ലാഗ് ഓഫ് മാച്ച്. നിങ്ങളാണോ ക്യാപ്റ്റൻ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഒരു നിമിഷത്തിൽ? ജയിക്കും, വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ജയിക്കും. അർജന്റീന അല്ലേ? മെസ്സി ഇഷ്ടംപോലെ ഉണ്ട്. മെസ്സി, റൊമാരോ, ഇഷ്ടംപോലെ ഉണ്ട്. പറയണ്ടല്ലോ. നിങ്ങൾക്ക് അറിയുന്നു, മനസ്സിലായി. ഇന്നലെ ഇരുന്ന് പഠിച്ചതാണെന്ന് മനസ്സിലായി. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ടീം ഈസ് ഓൺ ദ മാച്ച്. അതിലാണ് എടുക്കണ്ടേ? എടാ ഫോട്ടോ എടുക്കടാ, നിൻ്റെ അല്ലേ ഫോട്ടോ എടുക്കണേ? മാനേജർ കൊടിയും കൊണ്ട് വരുന്നുണ്ട്. എടാ ഫോട്ടോ എടുക്കടാ നൈസായിട്ട്. പൈസ മുതലാക്കട്ടെ ഇതൊക്കെ. ഗൈസ്, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടീം നമ്മളുടെ. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ജർമ്മനി vs അർജന്റീന. അപ്പോൾ അർജന്റീന എന്തായാലും തൂക്കുന്നതാണ് പറയുന്നത്. ലക്ഷ്മി അമ്മ ബാക്കിൽ കയറിയിട്ടുണ്ട്. കൊടുത്ത് ഫ്രണ്ടിലേക്ക്. ക്യാമറമാൻ പോരാന്നാ പറയണത്. അപ്പോൾ ആദ്യം കൈ കൊടുക്കൽ ചടങ്ങ്. എന്തായാലും അർജന്റീന ജയിക്കില്ലേ? ഇതാ മെസ്സി. ഓക്കെ അപ്പോൾ ഫസ്റ്റ് മാച്ച്. അപ്പോൾ ഫസ്റ്റ് മത്സരം ആരാ? ബ്രസീൽ, ജർമ്മനി. ലക്ഷ്മി അമ്മാൾ നമ്മുടെ കൂടെ ഇപ്പൊ നിൽക്കുന്ന ലക്ഷ്മി അമ്മാൾ. അതെ. നിങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ മറ്റേ ഇവിടെ കളി തുടങ്ങുന്നതിന് മുന്നേ എല്ലാരും ഇൻസ്റ്റഗ്രാം നോക്കണം കേട്ടോ. എല്ലാരും ഒന്ന് ഇൻസ്റ്റഗ്രാം നോക്കിക്കോ. ഓ സീന്. ഒന്നൂടെ ലക്ഷ്മി അമ്മാൾ എന്താ ഇവിടെ? പറഞ്ഞാലേ നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്താലും എന്ത് ചെയ്യരുത്, ബോൾ അതിൻ്റെ അകത്ത് കയറ്റരുത്. ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും ഇപ്പൊ ഹുക്കാർക്ക് അതിൻ്റെ ബോൾ വരണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ ടീം പൊളിച്ചിരിക്കും. അടുത്ത അർജന്റീന ടീമിന്റെ കൂടെ ശരിയല്ല, ലക്ഷ്മി അമ്മാൾ പിന്നെ അപ്പുറത്ത് രണ്ട് തോണിയിലും കാല് വെച്ചിട്ട് ഒട്ടും എനർജി ഇല്ലാത്തൊരു ടീമാണ് അർജന്റീന ടീം. മെസ്സി ഒന്നും ഇതൊന്നും കേൾക്കണ്ട, മെസ്സി ഒന്നും കാണണ്ട. ഒരു ഹരവ് കൊല്ലണം അവര്, അങ്ങനെ വേണം നമ്മൾ സംസാരിക്കാൻ. കളി കഴിഞ്ഞിട്ട് ബാക്കി പറയുന്നുള്ളൂ, റിസൾട്ട് കാണുമ്പോ കാണാം. ഡിഫൻഡേഴ്സ്, നിങ്ങൾ രണ്ടുപേരും ഡിഫൻഡേഴ്സ് ആണ്, ഇവിടെ നിൽക്കണം കേട്ടോ. അവരെ ഗോൾ ഇങ്ങോട്ട് വരാത്ത രീതിയിൽ ആ രണ്ട് തന്നെ നിൽക്കണം. മിഡ്ഫീൽഡർ ആയിട്ട് ആദ്യം ഇവർക്ക് മിഡ്ഫീൽഡ് എന്താ ഡിഫൻഡർ എന്താന്ന് പറഞ്ഞു കൊടുക്കുക, അതിനുശേഷം വന്നിട്ട് വേണം. എന്ത് പറയണ്ടേ, നമ്മുടെ കളി വരുന്നേ ഉള്ളൂ, നമ്മുടെ കളിക്ക് വരുന്നേ ഉള്ളൂ. ഇത് പോരാ, അർജന്റീന ഒന്നും പോരാ, വൻ ഫ്ലോപ്പ് ടീം. കുറെ കാണികള് പുറത്തു നിന്നിട്ട് കുറെ ബ്രസീലിന്റെ ആൾക്കാർ ഇതാ തോക്കാൻ പോകുന്ന ടീം ബ്രസീൽ, തോൽക്കാൻ പോകുന്ന ടീം ബ്രസീൽ. ഇല്ല, അത് മെസ്സിനെ കുറിച്ച് രണ്ടു നിങ്ങൾ പറയൂ. എന്റെ സ്വന്തം ടീം ഇതല്ലേ? എടാ എടുത്ത കളി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗ്ലൈസ്. അപ്പോൾ ഓക്കെ ഓക്കെ ഗൈസ്, ഞാൻ മാറി നിന്നോളാം. ഇതേതാ ടീം ഗൈസ്? അപ്പോൾ ഓക്കെ ഗൈസ്. എടാ ഇതെന്തത്? കണ്ടങ്ങൾ ഇതിനേക്കാളും നന്നായിരിക്കും. ഓക്കെ അർജന്റീന. ഇതേതാ ടീം? അയ്യോ ഷോ, എടി അർജന്റീന ഗോൾ അടിച്ചത് ആരാ? എടി അർജന്റീന അല്ലേ ഗോൾ അടിച്ചത്?
അടുത്ത ഗോൾ ആരടിക്കുന്നതാണ് പറയേണ്ടത്? നിങ്ങൾക്ക് പറഞ്ഞോളൂ, നീ പറഞ്ഞോളൂ. എനിക്കൊന്നും പറയാനില്ല. അഞ്ജലിച്ച് പറയൂ, ഏതാ ക്രിക്കറ്റ് കളിയിൽ ആരാണ് 6 അടിക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോഴെന്തോ പറഞ്ഞ ആ വീഡിയോ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോയതാണ് സത്യമായിട്ട്. ഓക്കെ, ഇത് ഫുള്ള് ബ്രസീലാണല്ലോ. നിങ്ങൾ സെന്ററിലേക്ക്, നിങ്ങൾ ആരാ മാനേജറാണോ? ഓക്കെ ശരി, ഇനി കുറച്ച് കളി ഷൂട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ മൈക്കൊന്ന് തരൂ പ്ലീസ്. ഓക്കെ ഓക്കെ, ഓ വാട്ട്, ആ ഹാൻഡ്, പെനാൽറ്റി. ജർമ്മനിയുടെ മാനേജർ ഈസ് സൂപ്പർബ്. ഓ ഗൈസ്, അപ്പോൾ കാണികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ 1-0 ആണ്. അപ്പോൾ സിഡാനേക്ക് എന്താ പറയാനുള്ളത്? ഈ ഒരു നിമിഷത്തിൽ ആര് ജയിക്കും? അർജന്റീന തൂക്കോ? ചാൻസ് ഇപ്പോൾ 1-0 ആണ്. ഇവരുടെ ടീം 1 അടിച്ചിട്ടുണ്ട് ഈ ജർമ്മനി, ഈ കോഡിയ. ഓക്കെ, കുറച്ച് സൗണ്ടിലൊന്ന് പറയൂ. ഓക്കെ, സ്കോർ പറയണ്ടേ? 1-0. ഇപ്പോൾ 1-0-ലാണ് ഫസ്റ്റ് ഹാഫ് ജർമ്മനി. അത് മികച്ചൊരു ഗോളായിരുന്നു ശരിക്കും. ഈ പ്ലാനിങ് പുറത്തു വിടാൻ പറ്റില്ല. അപ്പൊ ജർമ്മനി അപ്പോ ഒരു രക്ഷയില്ലാതെ മാനേജറിനത് ഒരു ഗോൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഹാഫ് ടൈമിൽ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസ് ഇതൊന്നും അല്ല. വി ആർ എക്സ്പെക്ടിങ് മോർ, ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഞങ്ങളുടെ ഹെൽത്ത് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വളരെ ലോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഹാഫ് ഡീറ്റെയിൽ റിവ്യൂ പറയുന്നത്. താങ്ക് യു ഫോർ ദ റിവ്യൂ. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിരിക്കുകയാണ്. ആര് ജയിക്കുന്ന കഠിനമായിട്ടുള്ള ഒരു തിരിച്ചുവരവ്. ഓക്കെ, ദാറ്റ് ഈസ് എ ഫൗൾ. കളിയാര് തൂക്കും? ജർമ്മനി തൂക്കും. ജർമ്മനി എന്തായാലും മൈക്കിൽ പറഞ്ഞു. ഓക്കെ, ജർമ്മനി തൂക്കുന്നാണ് പറയണേ. പറഞ്ഞോളൂ. ഋഷിയാണ്. ഇത് ഇയാളത്തെ ലക്ഷ്മി അമ്മൾ. ഓക്കെ, ഓ ക്യാമറമാൻ അടിച്ചു പറത്തിയിരിക്കുകയാണ്. കുറെ പേര് ഹാൻഡ് ഒക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയത്തില്ല. ഓക്കെ, അടിച്ചോ. ഓക്കെ, ദാറ്റ് ഈസ് ഔട്ട്. ഹാൻഡ് ബോൾ ആണ് അത്. അർജന്റീന ഹാൻഡ് ബോൾ. കളിച്ചിട്ട് കാര്യമില്ല. അർജന്റീന ഇത് ഫുട്ബോൾ ആണോ ഹാൻഡ് ബോൾ ആണോ അറിയാതെ കളിക്കുകയാണ്. ഐശ്വര്യ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇത് ഫുട്ബോൾ ആണെന്ന്. ഐശ്വര്യ നോട്ട് ദ പോയിന്റ്, ഇത് ഫുട്ബോൾ ആണ്. ഒന്നും മനസ്സിലാവുന്നില്ല. ആരൊക്കെയോ ബോൾ അടിക്കുന്നുണ്ട്. ഐശ്വര്യേച്ചി മെസ്സിക്ക് വേണ്ടിയെങ്കിലും 3 പേരാണ് അടിക്കാൻ നിൽക്കുന്നത്. ഐശ്വര്യയുടെ നേരെ ഔട്ടിലേക്ക് അടിച്ചിട്ടുണ്ട് ഐശ്വര്യ. വാവ്, കോർണറാ? ഓ, അർജന്റീനയുടെ കോർണറാണ്. ഐശ്വര്യ ഹെഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. ആരാണ് കോർണർ കിക്ക് അടിക്കുന്നത്? വീണ്ടും കോർണർ. അത് വീണ്ടും അതൊരു ഉഗ്രൻ പാസ്സായിരുന്നു. അർജന്റീന ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അർജന്റീന ഔട്ട്. രശ്മി അമ്മാൾ താഴേക്ക്. വീണ്ടും കോർണർ. ജർമ്മനി ഡിഫെൻഡ് ചെയ്യാണ്, നന്നായി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അർജന്റീന പലതവണ നോക്കിയിട്ടും കിട്ടുന്നില്ല. ജർമ്മനിയുടെ ബ്ലോക്ക് കടക്കാൻ കഴിയുന്നില്ല. വീണ്ടും ഔട്ടാകുന്നു.
ജർമ്മനി സമയം കളയാനാണ് നോക്കുന്നത്. ജർമ്മനിയുടെ ടാക്ടിക്സ്. കൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾ അർജന്റീന ഗോൾ കീപ്പർ ശബ്ദാബ് ഇവിടെ ഉറങ്ങുകയാണ്. ആരെങ്കിലും ഉണർത്തുക. വീണ്ടും ഔട്ട്. ഇത് കോർണറാണോ അതോ ഗോൾ കിക്കാണോ? മുന്നിലുണ്ട്. അത്യുഗ്രൻ അടിയായിരുന്നു. നേരെ ഔട്ടിലേക്ക്. ഒരാൾ പോലും ബോൾ എടുക്കാൻ. ഇതൊരു ലാസ്റ്റ് മിനിറ്റ് ഷോട്ടാണ്. അർജന്റീന കളിക്കുകയാണ്. അർജന്റീന മുന്നേറുകയാണ്. ഇത് നമ്മുടെ മെസ്സി എന്ന് പറയുന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ഐശ്വര്യയുടെ കയ്യിൽ. ടീം മെമ്പേഴ്സ് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജന്റീന വീണ്ടും മുന്നേറുകയാണ്. യെസ്, രശ്മി അമ്മയുടെ കാലിൽ നിന്നും പോയി ജർമ്മനി അത് ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാവരും അങ്ങനെ തള്ളിയിട്ടിരിക്കുന്നു. ആരാ വീണതെന്ന് പോലും അറിയില്ല. പേരും നാളും നക്ഷത്രമൊന്നും അറിയാതെ ആരൊക്കെയോ എങ്ങോട്ടേക്കോ അടിക്കുന്നുണ്ട്. ഇടയിൽ ഹാരൂൺ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഈ കളി കഴിയുമ്പോഴേക്കും കിട്ടും. ഫ്രാൻസിന്റെ ചങ്കുറപ്പ് ഹാരൂൺ. വീണ്ടും അർജന്റീനയുടെ ഒരു ഔട്ടാണ്. നേരെ ഗോൾ പോസ്റ്റിലേക്ക് അടുക്കുകയാണോ അതോ ടീം മെമ്പേഴ്സിനെ പാസ് ചെയ്യുകയാണോ അറിയില്ല. ഐശ്വര്യ എന്തൊക്കെയോ പറയുന്നുണ്ട്. മണ്ടത്തരം മാത്രമായിരിക്കും. അത് ഔട്ടായിരിക്കുകയാണ്. ഗോൾ കിക്ക് ആയിരിക്കുകയാണ്. ജർമ്മനി ജയിച്ചു. അനന്തകൃഷ്ണന്റെ ജർമ്മനി ടീം രശ്മി അമ്മാളുടെ ഒരു അത്യുഗ്രൻ ഷോട്ടിലൂടെ ജർമ്മനി ജയിച്ചിരിക്കുന്നു. റഫറിക്ക് എന്താ പറയാനുള്ളത്? ഇത് കള്ളക്കളിയാണെന്ന് പലരും പറയുന്നത്. ഉണ്ട്. ഇല്ല ഞാൻ അറിഞ്ഞില്ല. ഫസ്റ്റ് കളി അങ്ങനെ ആദ്യത്തെ കളി ജർമ്മനി ജയിച്ചിരിക്കുകയാണ്. അടുത്ത കളിയിലേക്കുള്ള പോക്കാണ്. ആരാ അടുത്ത ടീം? അടുത്ത ടീം ബ്രസീൽ ഈ ടീമായ ആദിത്യം. പോർച്ചുഗൽ ടീമായ ആദിത്യം. തോറ്റ ടീമോ? ബ്രസീൽ ടീമോ? പോർച്ചുഗലും അർജന്റീനയും. അർജന്റീന. അതെന്താ ബ്രസീലിൽ ഇറക്കാത്തത്? ബ്രസീൽ ആൾക്കാരില്ലേ? അടുത്ത് വരും. ലേറ്റസ്റ്റാ വരുവേ. അങ്ങനെയാണ്. അതെ. ബ്രസീൽ കുറച്ച് സ്റ്റാൻഡേർഡ്. ബി ടീം കുറച്ച് സീനാണ്. മനസ്സിലായ 7 അപ്പ്. ഇവള് ജനിക്കുന്ന മുന്നേ തന്നെ കപ്പെടുത്തതാണ് ബ്രസീൽ. ജനിച്ചു കഴിഞ്ഞ ഇത്രയും കാലം ഇതുവരെയായിട്ട് ഒരു കപ്പ് പോലും ബ്രസീലിന് കിട്ടിയിട്ടില്ല. അടുത്താണ്. നീ എപ്പോ കഴിഞ്ഞിട്ടുണ്ടായത്? 90-ലാ? 1900? ഞാൻ 90 ജനിച്ചതാ. അതെനിക്ക് കുഴപ്പമില്ല. കറക്റ്റ് അറിയാം. അഞ്ജലി, ബ്രസീൽ അവസാനമായി കപ്പെടുത്തത് എപ്പോഴാ? ബ്രസീലിന്റെ ജേഴ്സിട്ട് നിൽക്കുന്നല്ലേ? 2020 മറ്റേത് ക്രിക്കറ്റ് കളിയില്ലേ നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തിട്ട് T20 വേൾഡ് കപ്പ്. അതന്നെ സംഭവം. പറഞ്ഞോളൂ. മൈക്കും കൊടുക്ക്. പറഞ്ഞോട്ടെ, നാട്ടുകാർ കേൾക്കട്ടെ. 2002 ടീം നോളജുള്ള ഒരു വ്യക്തി ജാൻവി. വരൂ ജാൻവി, മുന്നോട്ട് വരൂ. മാനസികമായി തളർത്തുകയാണ്. ടീം നോളജുള്ള ബ്രസീലിന്റെ മുതലാളി. ആര് പറഞ്ഞാലും നമ്മുടെ ടീം തളരാൻ പോകുന്നില്ല. കൈ കൊണ്ട് ഗോൾ അടിച്ചു എന്ന് പറഞ്ഞാല് അത് ഹാൻഡ് വിളിക്കാനുള്ള ബോധം റഫറിക്ക്. ശരി 5 പേരുടെ 5 പേരും വേണ്ട. അടി രണ്ടാളിന്റെ കുറവുണ്ട്. ആരെങ്കിലും റൊണാൾഡോന്റെ ഫിസിക് കണ്ടിട്ട് ആരെങ്കിലും പോർച്ചുഗൽ ഉണ്ടല്ലോ, ജേഴ്സിട്ട് ആൾക്കാരുണ്ടല്ലോ, പിന്നെന്താ? അപ്പോ പോർച്ചുഗലിൽ 2 പേര് കുറവുണ്ട്. അപ്പോ ഇവിടുന്ന് കാണികളുടെ ഇടയിൽ നിന്ന് എടുക്കണം. ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു പോർച്ചുഗലിൽ ആളില്ല. ആളെ തേക്കാനായിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തും കടം വാങ്ങിക്കാണ്. കറന്റ് അർജന്റീനയിൽ നിന്നുമാണ് ലൈനപ്പ് അവിടെ ഇപ്പോ സെക്കൻഡ് ടീം ഓൺ ദ മാച്ച്. അപ്പോൾ രണ്ടാമത്തെ ടീം ലൈനപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. പോർച്ചുഗൽ vs അർജന്റീന. ഇത് ഇവരെപ്പോഴും ഇറങ്ങിയ ടീമല്ലേ? ഇത് പിന്നെയും വന്നിരിക്കണം. അങ്ങനെയാണ്. ഓക്കെ, ഒരു അവസരം കൂടെ കൊടുത്തതാണെന്നാണ് പറയുന്നത്. സ്നേഹമുണ്ട്. പാട്ടിടുക. എടാ വല്ല പാട്ടിട്ട് കൊടുക്കുക ഇവർക്ക്. ഇതാ കൊടിയും കൊണ്ട് വരുന്ന ആൾക്കാര്. അപ്പോ നമ്മൾ അർജന്റീനന്റെ കൊടിയുമായിട്ട് നമ്മളെ പിള്ളേർ എത്തിയിരിക്കുകയാണ്.
എന്താ ഇവര് എന്തോ ഡയലോഗ് പറയുന്നു. മെസ്സിക്ക് വേണ്ടി എത്ര കളി വേണമെങ്കിലും കൊടി കൊണ്ടുവന്ന് നിയാസ് ആൻഡ് വിസിൽ കിട്ടി. അതിലേ അതെന്താ സാധനം? അപ്പൊ പോർച്ചുഗലിന് കൊടിയില്ലേ? അയ്യോ മോശമായി പോയി. അപ്പോ നമ്മളുടെ പോർച്ചുഗൽ ടീം ആൻഡ് അർജന്റീന ഇസ് ഹിയർ. നിയാസിന് എന്തെങ്കിലും പറയാനുണ്ടോ? കൊടി വാങ്ങിച്ചിട്ട് വന്ന ഈ ഒരു നിമിഷത്തില്? എന്നാ പെട്ടെന്ന് എടാ അതിൽ കയറി അതിലുള്ളിൽ കയറി. പാട്ട് അങ്ങനെ കുത്തിക്കോ, കുത്തിക്കോ അതില്. അത് പോയി. ശരി, കയ്യിൽ വെച്ചാ മതി നിങ്ങള്. ഓക്കെ വാ. എടാ നിങ്ങൾക്ക് കൊടിയില്ലേ? കിട് ലക്ഷ്മി അമ്മാള്. ഓക്കെ ലക്ഷ്മി അമ്മാൾ എന്താ തോറ്റിട്ട് വരിക? അതൊക്കെ 3-0 മറ്റേ കളി. എടാ പോർച്ചുഗൽ വേഴ്സസ് അർജന്റീന. അർജന്റീന ടീം ക്യാപ്റ്റൻ ഐശ്വര്യ അല്ല അനുശ്രീ. ടീം ക്യാപ്റ്റന്മാരുണ്ട്. ക്യാപ്റ്റൻ എന്താ പറയുക? ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. ഞാനും നമ്മൾ രണ്ടുപേരും സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നിൽക്കേണ്ടത്. അവിടെ നമ്മൾ രണ്ടുപേരും ഇപ്പുറത്തായിട്ട് നിൽക്കാം. എന്നുവെച്ചാൽ അവിടേക്കാണ് നമ്മൾ ഗോൾ അടിക്കേണ്ടത്. എല്ലാവരും അങ്ങോട്ടേക്കാണ് ഗോൾ അടിക്കേണ്ടത്. ഇപ്പുറത്തായിട്ട് നമ്മൾ രണ്ടുപേരും നിൽക്കാം. ഞങ്ങളുടെ പേരാണ് സ്ട്രൈക്കേഴ്സ്. നടുവിൽ രണ്ടുപേര് കൺട്രോൾ ചെയ്യണം. ബോൾ ഇങ്ങോട്ട് രണ്ടാം ഗെയിം ആരും പറയാ. തുടങ്ങിയോ? പോർച്ചുഗലിന്റെ ഔട്ടാണ്, ഔട്ട് ബോൾ ആണ്. കളിയൊന്നുമില്ലടാ. നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മള് കോട്ടാണെങ്കിൽ അല്ല നമ്മളെ കോട്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യാം? അതെന്താ ഫൗള്. ഐശ്വര്യ മറ്റേ സ്പ്രേ ഇല്ല, വരയ്ക്കുന്ന സ്പ്രേ. ആദ്യത്തെ ഉണ്ട് അവിടെ വേറെ ബോൾ വെച്ചു. അടുത്ത റൊണാൾഡോ മെസ്സി. ശരിയല്ലേ? ഒരു കൊടക്കീഴിൽ 3 പേർ മൊബൈൽ. ആദിത്യ ഓൺ സ്ട്രൈക്ക്. ഗോൾ കീപ്പർ ആദിത്യ. ഓക്കെ പോർച്ചുഗൽ ബോൾ തട്ടി വീണിരിക്കുന്നു. പോർച്ചുഗൽ അതൊരു ഔട്ടായിരിക്കുന്നു. അർജന്റീനയുടെ ഔട്ട്. അർജന്റീനയുടെ ബോളിൽ നിന്നും ഔട്ടിലേക്ക് പോർച്ചുഗലിന്റെ ഔട്ട്. പോർച്ചുഗൽ ഇനി ഡയറക്റ്റ് ഗോൾ പോസ്റ്റിലേക്കാണോ അതോ ബ്രസീൽ ജയിക്കും? നേരെ അനുശ്രീയുടെ കാലിലേക്ക്. അനുശ്രീ അത് ഓഫാണ്. ഗോളല്ല, അതൊരു ഫൗളായിരുന്നു. എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് അത് ഗോളടിച്ചത്. ഐശ്വര്യ ഗോളടിക്കാനായിട്ട് ടിക്കറ്റിരിക്കുന്നത് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഐശ്വര്യ വീണ്ടും തരംഗമായി. ഐശ്വര്യ ഓഫിലേക്ക്. യെസ്, അത് ഔട്ടാകുന്നു. പോർച്ചുഗലിന്റെ ഔട്ട്. ഐശ്വര്യ ഓഫാണ്. ഐശ്വര്യ ഓഫ്. ഐശ്വര്യ അടിച്ച് ഓഫായിരിക്കുകയാണ്. ഇനി എന്താ സരി പറയാൻ? ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ ബോൾ വരുമ്പോഴേക്കും നമ്മൾ അവിടെ പോയി നിൽക്കുന്ന സാധനം. മനസ്സിലായില്ല? അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്ന ബോൾ അവിടെയുണ്ട്. നമ്മൾ അതിന് മുമ്പ് തന്നെ അങ്ങോട്ട് ഐശ്വര്യയെ കളിയിൽ നിന്നും പുറത്താക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
കമന്റേറ്റർ ചെറുതായി മാറിയിരിക്കുകയാണ്. പിക്കിൾ ബോളിന്റെ ചാമ്പ്യനിൽ മാത്രം കമന്റ് പറഞ്ഞു. ഓക്കെ മെസ്സി, ഓ അങ്ങനെ മെസ്സി, അങ്ങനെ മെസ്സി, റൊണാൾഡോ. ഓക്കെ നെയ്മറിന്റെ ജേഴ്സി ഇട്ട അർജന്റീന ആൾക്കാര് ആരോ ഗൈസ്. അപ്പോ അത്യുഗ്രമായുള്ള പോരാട്ടമാണ്. 0-0 0-0. ഓ അവിടെ കവറി ഹാൻഡ് ബോൾ ആണ്. പെനാൽറ്റി. ഓക്കെ അടുത്തതായിട്ട് ഫ്രീ കിക്ക് ആണ്. ഓഫ് സൈഡിൽ വീണ്ടും ഐശ്വര്യ അനുഷ്ഠം ഓഫ്. ഓക്കെ ഐശ്വര്യ, ഓക്കെ ഐശ്വര്യ ഔട്ടിൽ. എ നന്നായി പറയാം. എ ഒന്ന് പറഞ്ഞു കമന്ററി. അല്ലല്ല അത് അവിടെ ആദിത്യ കേക്ക് കുറച്ച് വെറുതെ കേട്ടോ. അടുത്തതായി ലക്ഷ്മി. നിങ്ങൾ ആ സ്പീക്കർ കയ്യിൽ കൊണ്ട് നടക്കിയപ്പോ ലക്ഷ്മി അമ്മ 2 വാക്ക്. അതാ ലക്ഷ്മി അമ്മ. ലക്ഷ്മി അമ്മ കമന്റേറ്റർ. ലേഡി കമന്റേറ്റർ വേണോ? അതിൽ പോർച്ചുഗൽ പരസ്പരം തല്ലുകൂടുകയാണ്. പോർച്ചുഗൽ മുന്നേ ഗോളടിച്ചു. അടിച്ചോ അല്ല വീണ്ടും ആദ്യമായി ആദിത്യ ബോൾ പിടിച്ചു. അനുശ്രീ തള്ളിയിട്ട് ഗോളടിക്കാൻ നോക്കുന്നുണ്ട്. ആദിത്യനെ തള്ളി ഗോളടിക്കാൻ നോക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 0-0. ഇതൊരു സമനിലയിൽ അവസാനിക്കും എന്നാണ് പ്രവചനം. അറിയില്ല ആര് ജയിക്കും, സമനിലയാകുമോ എന്ന്. സമനില ആയി കഴിഞ്ഞു വെച്ചാൽ അതൊരു ഷൂട്ട് ഔട്ടിൽ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് അർജന്റീന ടീം എന്തോ തന്ത്രം മെനയുകയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട്. അപ്പുറത്തെ പോർച്ചുഗൽ വെള്ളം ഇരുന്നും കാണുന്ന കാണികൾ ഒരു തുള്ളി ദാഹജലം കൊണ്ടുവരാൻ അഭ്യർത്ഥിക്കുന്നു. കൊടക്കീഴിലിരിക്കുന്ന 3 പേർ ഒരു തുള്ളി ദാഹജലം കൊടുക്കുമോ? ദാഹിക്കുന്നു. അതെ ഏത് ടീമാ ജയിക്കാം? മൈക്ക് കൊടുത്തോ. ഏത് ടീം ജയിക്കും? ബ്രസീൽ പറഞ്ഞു. നമ്മളുടെ ക്യാപ്റ്റൻ ഇഞ്ചുറി ആയിരിക്കുകയാണ്. അത് ക്യാപ്റ്റൻ അത് കുമ്മനടിയാണ്. നമ്മുടെ ക്യാപ്റ്റന് ഇഞ്ചുറി. അയ്യോ സോറി. ഐശ്വര്യ ഇപ്പുറത്തെ പോസ്റ്റിൽ പെട്ടിക്കരയിട്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് അനങ്ങുന്നില്ല. അനുശ്രീയുടെ ടീമിൽ ടീം ചേഞ്ച് ഉണ്ട്. ലയണൽ മെസ്സി എന്ന് അറിയപ്പെടുന്ന അൻഷിഫ, ഓഡിറ്റിംഗ് ടീമിന്റെ അൻഷിഫ സബ്സ്റ്റിറ്റ്യൂട്ട്. സെക്കൻഡ് ഹാഫ് ആണ്. അത്യുഗ്രൻ കളിയിൽ സെക്കൻഡ് ഹാഫ്. അപ്പോ ചെറിയൊരു പരിക്കുണ്ട് ക്യാപ്റ്റന്. അപ്പൊ ആള് മാറിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അൻഷിഫിനെ ഇറക്കിയിരിക്കുകയാണ്. അതെ അവിടെ അൻഷിഫ. അർജന്റീനയുടെ ഒരു ഉഗ്രൻ സബ് ഉണ്ട്. ആദിത്യക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ? എന്താ പറയാനുള്ളത്? പെട്ടെന്ന് ഗോൾ വരുമ്പോഴേക്കും മേഘ, അവളുടെ പേര് നിഹാല. കളി ആരംഭിക്കുകയാണ്. ഓക്കെ നദ നന്നായി കളിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നദ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ റൊണാൾഡോയുടെ ജേഴ്സിയിലുള്ള കുട്ടിയാണ്. ഫീൽഡിൽ നിന്ന് മാറേണ്ടതാണ്. സ്നേഹിച്ചി എന്താ ഞാൻ ചെയ്ത് ക്യാമറാമാൻ ഫീൽഡിൽ നിന്ന് മാറേണ്ടതാണ്. ഈ കളിയെ കുറിച്ച് നിയാസിന്റെ അഭിപ്രായം. ആദിത്യക്ക് കൊടുത്ത ഈ ഒരു ഗോളില് ഈ ഒരു അതായത് എന്തായത് ഗോൾ പോസ്റ്റ് കുറച്ചും കൂടെ വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഷബിൻ അല്ലാതെ കളി അറിയാന്നിട്ടില്ല. ഷബിൻ പുതുമണവാട്ടിയെ പോലെ ഉറങ്ങി. അർജന്റീന ടീം അർജന്റീന ഔട്ടാണ്. അർജന്റീന അങ്ങോട്ടേക്ക് പോകരുത്. അർജന്റീനയുടെ ഒരു ചാൻസ് ആണ് കിട്ടുന്നത്. നല്ലൊരു ഉഗ്രൻ ചാൻസ് ആണ്. എനിക്ക് തോന്നുന്നത്. യെസ്, പാസ് ഇറ്റ് ടു സംവൺ. പോർച്ചുഗലിലെ ഉഗ്രൻ ബ്ലോക്ക് ഔട്ടിലേക്ക് പോയി. പോർച്ചുഗൽ പ്ലാൻ ചെയ്ത് കളിക്കുകയാണ്. പോർച്ചുഗൽ അടിക്കുന്നു അർജന്റീനയുടെ കാലിലേക്ക്. അർജന്റീന ആരൊക്കെയോ തല്ലുന്നു. അർജന്റീന മുന്നേറുന്നു. അർജന്റീന പോസ്റ്റ് മാറി. പോർച്ചുഗൽ മുന്നേറുന്നു. പോർച്ചുഗലിന്റെ ഒരു എന്താണോ എന്ന് എനിക്കറിയില്ല. അർജന്റീന 2 കളിയും തോറ്റിരിക്കുകയാണ്.
ഐശ്വര്യയുടെ സംഭവം എന്താ മനസ്സിലായ ഐശ്വര്യം ചായ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഈ കളി ജയിച്ചു വെച്ചാൽ ആദിത്യ ഒരു മുട്ട പപ്സും ചായയും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവർക്കും അവരുടെ ടീമിന് ടീമിനുള്ളല്ലേ. ഐശ്വര്യ ഈ ടീമിന്റെ കുമ്പിടിയാണ്. കഴിഞ്ഞ കളിയിലും ഐശ്വര്യ ഉള്ളവരെ കൊണ്ട് തോറ്റു, ഈ കളിയിലും തോൽക്കുന്നു. യെസ്, പോർച്ചുഗൽ വീണ്ടും മുന്നേറുകയാണ്. ഔട്ട് അല്ല, ഔട്ടല്ല, കളിക്കുകയാണ്. ബോൾ മിസ്സായി. അർജന്റീനയുടെ ബോൾ അങ്ങനെ ഔട്ടായി. പോർച്ചുഗലിലെ ഔട്ടാണത്. പോർച്ചുഗൽ അടിക്കാം. പോർച്ചുഗലിന്റെ അടുത്ത ഗോളാകുമോ എന്ന് നോക്കുകയാണ്. ആരാണ് ആ ക്രിസ്റ്റിയാനോ റൊണാൾഡീനോ അല്ലടാ. യെസ്, അടിക്കുകയാണ്. റൊണാൾഡോയ്ക്ക് പോയിക്കാണ്. റൊണാൾഡോ എങ്ങോട്ടേക്കോ അടിക്കുന്നു. എങ്ങോട്ടേക്കോ അടിക്കുന്നു. അത് ഗോളാകുമോ? എന്തിനാ ഋഷിയുടെ അത്യുഗ്രൻ ഇടപെടലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പറയുന്നുണ്ട്. ബ്രോ, നിങ്ങൾക്കൊരു 300 രൂപ ഒരു ചായ. ലക്ഷ്മി അമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉചിതമായ രീതിയിൽ മനുഷ്യൻ. തട്ടമിട്ട റൊണാൾഡോ ഗോൾ അടിക്കുമോ? അത് ഗോളിയല്ല, പെനാൽറ്റി. അല്ല, നമ്മളുടെ ടീമാണല്ലോ. അയ്യോ, അങ്ങനെയല്ല, പെനാൽറ്റി ഇല്ല. ബോക്സിനകത്ത് കൈ കൊണ്ട് പിടിച്ചാലും നമ്മളുടെ ടീമാ. അപ്പോ അന്തിമ തീരുമാനം പെനാൽറ്റി. എടാ, അറിയാണ്ട് ആവശ്യത്തിൽ പറഞ്ഞു പോയി. എന്റെ ടീമാണെന്ന് മറന്നുപോയി. കുഴപ്പമുണ്ടോ? തിരിച്ചെടുക്കാൻ പറ്റുമോ? ഐശ്വര്യ വീണ്ടും തോറ്റിരിക്കുകയാണ്. ആദിത്യ ഓടിയെത്തുമ്പോഴേക്കും കളി കഴിഞ്ഞിരിക്കുന്നു. ആദിത്യയും കൂടെ റൊണാൾഡോക്ക് 6 അടിച്ച പയ്യനാണോ അറിയത്തില്ല. ടീം 2-0. അപ്പോ ഇത് ശരിക്കും അർജന്റീന ടീമല്ല കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ്. നെയിൽ പോളിഷ് അല്ല, കാൽ മുറിഞ്ഞ ചോര വന്നിരിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗോൾ അടിക്കുമ്പോൾ കാലിന്റെ അല്ലെങ്കിൽ തള്ളവിരൽ കൊണ്ട് അടിക്കരുത്. പോർച്ചുഗൽ മുന്നേറുന്നു. ഈ കളിയും പോർച്ചുഗൽ മുന്നേറുകയാണ്. പോർച്ചുഗൽ അടുത്ത മുന്നേറ്. ഐശ്വര്യ സെൽഫ് ഗോൾ അല്ല, അതൊരു കോർണർ കിക്കാണ്. ഒരു കാര്യമില്ലാതെ ഔട്ടിലേക്ക് പോകുന്ന ബോൾ. ഋഷി അടിച്ച കൂട്ടോ. അടുത്ത ഉഗ്രൻ കോർണറാണ്. കോർണറിൽ നിന്നും ഗോൾ പോസ്റ്റിലേക്കാണോ? അതെ, പാസ്, ഉഗ്രൻ പാസ്സാണ്. എന്താ ചെയ്യുന്നത്? എന്തൊക്കെയോ ചെയ്യുന്നു. ആരുടെയൊക്കെയോ കാലിലേക്ക് അടിക്കുന്നു. ഒന്നും ചെയ്യാതിരിക്കും. യെസ്, ഒരു ബോളും 24. സുഹൃത്തുക്കളെ, ആദ്യമായി ആദിത്യ ബോൾ പിടിച്ചിരിക്കുന്നു. സ്ട്രാറ്റജി ആയിരുന്നു അല്ലേ? അത് നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നില്ലേ? പോർച്ചുഗൽ ടാക്ടിക്സ് ഒക്കെ ചെയ്ത് പോർച്ചുഗൽ ഔട്ടിലേക്ക് ബോൾ ആക്കിയിട്ടുണ്ട്. പോർച്ചുഗൽ ഔട്ട് ടച്ചുണ്ട്. പോർച്ചുഗലിന്റെ ഔട്ടാണ്. ഇടയ്ക്കാ ബിസിലൊക്കെ ഊതാട്ടോ. കൈകോർത്ത് നിൽക്കാതെ കളിക്കുന്ന കുട്ടികളെ. യെസ്, അൻഷിഫ കൈകൊണ്ടാണ്. ദൈവത്തിന്റെ കൈകൾ എന്ന് പറയുന്ന പോലെ അൻഷിഫയുടെ കൈകൾ, പക്ഷെ അത് ഗോളിലേക്കല്ലെന്ന് മാത്രം. റൊണാൾഡോ കണ്ണു കാണാതെ അതൊരു ഗോളാണോ? ഇല്ല, ബോൾ കുത്തി. ഐശ്വര്യ ഗോൾ അടിക്കുന്നു. ഇല്ല, ഐശ്വര്യ ഗോൾ അടിച്ചില്ല. ഐശ്വര്യ ഔട്ടിലേക്ക് അടിക്കുന്നു. അവിടെ ഒരാൾ കാല് പോയിട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഐശ്വര്യയുടെ മികച്ച മുന്നേറ്റം. യെസ്, അടിച്ചു. ബോൾ പോർച്ചുഗലിലെ ഔട്ടാണ്. അർജന്റീനയോട് ഒരു കാര്യം പറയാനുണ്ട്. ബോൾ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, നിങ്ങൾ ബോളിന്റെ അടുത്തേക്ക് പോകണം. സമയം പോവുകയാണ്. പോർച്ചുഗൽ വേഗം ബോൾ പാസ് ചെയ്യേണ്ടതാണ്. സെൽഫ് ഗോളാ.
എടാ അതെന്താ സാധനം സെൽഫ് ഗോളാ? കുട്ടികൾക്ക് പോസ്റ്റും ആളെയും മാറിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ട് ചെറുതായിട്ട്. അതെ അതെ, ആദ്യത്തെയാണ് നിൽക്കുന്നത്. കാടിളക്കി വരുന്ന കൊമ്പനെ തളച്ചത് കൊമ്പനെ നോക്കൂ. ആദിത്യ ഇതാ. അപ്പൊ എന്തായാലും പോർച്ചുഗല് അതെ അതെ നെയ്മർ അതെ അതെ നമ്മുടെ ടീമായിരുന്നു. പക്ഷെ കുട്ടിക്ക് ജേഴ്സിയുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഇനിയിപ്പോൾ അത് ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ഇത് കവർ ചെയ്യും. ഇങ്ങോട്ട് എടുക്ക്. 5x എടുക്ക്. ഞാനും ഹാരോണും 5x അല്ലേ? ക്ലിയർ ഉണ്ടോ ഗൈസ്? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞാല് കളി കഴിയാറായിട്ട് 2-0 ആണ്. അതായത് പോർച്ചുഗൽ 2 അല്ലേ? മുട്ട പപ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഓക്കെ എടാ അത് കവർ ചെയ്യടാ. ആദിത്യയുടെ പ്രത്യുഗ്രമായിട്ടുള്ള ഒരു പോരാട്ടം. അതായത് ജയിക്കുന്നവർക്ക് മാത്രമായിട്ട് ഒരു മുട്ട പപ്സ് ഒരു ചായ. അതുകൊണ്ട് 2 ഗോള്. അതായത് വെറും 2 ഗോൾ. 2-0 അർജന്റീന. ഞാൻ അർജന്റീന ഫാനോ. അയ്യോ എൻട്രി. നെയ്മർ ഒരു ഗോൾ അടിക്കാൻ നോക്കി, പക്ഷെ അത് ഇറ്റ്സ് ഓക്കെ. അപ്പൊ കളിയുടെ ടൈം കഴിയാനായിരിക്കാണ്. അപ്പോ അതെ അൻഷിബയുടെ ആത്മാർത്ഥത. ഓക്കെ കളി ഗൈസ്. അപ്പോ കളി കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും അർജന്റീന തോറ്റിരിക്കുകയാണ് 2-0. 2-0. നെയ്മർ ജൂനിയർ. അടുത്ത ടീം ബ്രസീൽ. നിങ്ങൾ തന്നെ ഇറങ്ങാതെ നിൽക്കണ്ട. അടുത്ത കളി ബ്രസീൽ തോക്കുന്ന ഞാൻ പറയുന്നു. ബ്രസീൽ. ഓക്കെ നെക്സ്റ്റ് ടീം. എടാ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഗൈസ്? അപ്പൊ അടുത്തത് എന്ന് പറയുന്നത് ബ്രസീൽ. അതെന്ത് അടുത്ത കളിക്ക് പ്രത്യേകത. അടുത്ത കളി ബ്രസീൽ ഇറങ്ങുകയാണ് ജയിക്കാൻ വേണ്ടിയുള്ള കളി, നോക്കാൻ വേണ്ടിയുള്ള കളി. അതെ ഇതുവരെ കണ്ടത് ട്രയൽ മാച്ച് ആണ്. അപ്പൊ ഇനി അടുത്തതാണ് ശരിക്കുള്ള കളി എന്നാണ് പറയുന്നത്. അവരുടെ ബ്രസീലും നമ്മളുടെ അർജന്റീനയും. ഫ്ലാഗ് ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മളുടെ അതുൽ നയിക്കുന്ന ബ്രസീൽ. എടാ അഞ്ചലി നയിക്കോ? അതായത് SNDP നിങ്ങള് SNDP പിള്ളേരാ? SNDP റഫറിയാണ്. ഇതൊക്കെ ഏതാ ടീം? ഇവരെ കണ്ടാൽ തന്നെ അറിയാം തോക്കുന്നത്. ഈ കളി ബ്രസീൽ തോക്കും ഗൈസ്. അപ്പോ അടുത്തതായിട്ട് നെയ്മറിന്റെ തോൽവിനെ കുറിച്ച് മാത്രം തന്ത്രങ്ങൾ ചോർത്താൻ നെയ്മറിന്റെ തന്ത്രങ്ങൾ. നമ്മളുടെ സൈഡ് ബാക്ക് സൈഡ് ഗൈസ്. അപ്പൊ അടുത്തതായിട്ട് ബ്രോ കളിക്കാർ നീയൊക്കെ എന്തിനാ വെള്ളം കുടിക്കുന്നത്? ഓക്കെ അങ്ങനെയാണ് ഗൈസ്. വീഡിയോഗ്രാഫർ നിയാസ് ഈസ് ഹിയർ. എടാ രണ്ടുപേരും ഒരുമിച്ച് വരുന്നതല്ല നല്ലത്. രണ്ടുപേരും ഒരുമിച്ച് വാ. ഓക്കെ വരിക സഹചരേ. ഗൈസ് അതാ അവന് കൊടിനെ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ഇത് ഏതാ കൊടി? അവിടെ അങ്ങോട്ട് വാ ഗൈസ്. അപ്പോ നമ്മൾ നോർമലി ഫ്ലാഗ് ഓഫ്. പക്ഷെ പോർച്ചുഗലിന് കൊടിയില്ലാത്ത ഭയങ്കര മോശമായിട്ട്. ആരാ ഗോൾ കീപ്പർ? കക്ക ഗോൾ കീപ്പർ. ഷെയ്ക്കൻ്റെ കൊടുക്കാൻ വേണ്ടിട്ട് ഫോണ് ആരുടെയിലെങ്കിലും ഉണ്ടാവും. ഈ ഒരു നിമിഷത്തിൽ ഇവരോട് എന്താ പറയാനുള്ളത് നോക്കാം. നിങ്ങൾ വീഡിയോ ഇവിടെയാണ്. സോറി ഗൈസ്. അപ്പോ അടുത്തതാണ് ഫ്ലാഗ് ഓഫ്. ഷെബിൻ തീം കളിക്കുന്നുണ്ട് ഗോൾ കീപ്പറെ. ബ്രസീൽ തോക്കും എന്നാണ് ഞാൻ പറയുന്നത്. കളി തോറ്റാ നിങ്ങൾ പെട്ടിട്ടാ. ബ്രസീൽ തോറ്റാ കൂലേ. ബ്രസീൽ ഇപ്പൊ തോക്കും. കളി സ്റ്റാർട്ട് ചെയ്യാണ്. ബ്രസീൽ തോക്കാൻ പോകുന്ന കളി. അതിന് കുറെ മാനേജേഴ്സും. നിങ്ങൾ ആരാ മാനേജർ? ആരെങ്കിലും ആണോ? ഗൈസ് അപ്പൊ ഇവിടെ അത്യുഗ്രമായിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാലിബ നസ്രീൻ പൂവോ ഇവിടെ? അത് അവിടെ വെക്കണ്ടത്, കാതില വെക്കേണ്ടത്. അപ്പോഴേ ശരിയാ. ഏതാ പ്ലാനിങ് ബ്രോ? സീൻ ബ്രോ നിങ്ങളെ ഒരു രക്ഷയില്ല.
നമ്മുടെ അർജന്റീന ടീം, ഷെബിൻത്തെ നയിക്കുന്ന അർജന്റീന ടീം എന്താ പറയുന്നത് നോക്കാം. ബ്രോ, ഇതിൽ നിങ്ങളുടെ കളി ജയിക്കും, നമ്മുടെ ടീം ജയിക്കും, കൺഫേം. താങ്ക് യു ഫോർ യുവർ റിവ്യൂ. എടാ, ഇതിലാര് ജയിക്കും? ഈ ഒരു വമ്പിച്ച സമ്മാനമല്ല, സമാധാനം. മന്ന ജയിക്കുന്നതാണ് ഇവൻ പറയണത്. എടാ പോടാ. കാടളകി വരണ കൊമ്പനെ തളച്ചത് ശരിയാ. ഇവരാണ് മെയിൻ പ്ലെയർ എന്നാണ് പറയണത്. ഇവര് അർജന്റീന, ബ്രസീൽ, ആര് ജയിക്കുന്ന അറിയില്ല. ഈ ഒരു കളി നിർണായകമായിട്ടുള്ള ഒരു കളിയാണ് പറയുന്നത്. കമന്ററി എവിടെ? മൈക്കില്ലല്ലോ, അടിച്ചുപോയോ? മൈക്കൊക്കെ പോയി കഴിഞ്ഞു. ചാർജ് കൊണ്ടുവരാൻ എന്ത്? അതാണോ നമ്മളെ കളി കഴിഞ്ഞാ? അപ്പോ നിക്കല്ലേ നിങ്ങള്. അതാ നല്ലൊരു വമ്പിച്ച പോരാട്ടം. റെഡി, അങ്ങനെ ഇളകാൻ നിക്കല്ലേ, ഇങ്ങോട്ട് വന്ന് കളിക്ക്. അങ്ങനെയാണോ? ഓക്കെ, ഗോൾ വിടാതിരിക്കാൻ ഇടി വന്ന് ഓടി കളിക്കണോ ഗ്രൗണ്ടിൽ? ഹാൻഡ് ഗൈസ്. അപ്പൊ ഹാൻഡ് ആയിരിക്കണം. ഗ്രൗണ്ടിൽ നിന്നും ക്യാമറമാനെ പുറത്താക്കുകയാണ്. നെയ്മറിനെ കുറിച്ച് പറയാ. നിന്റെ ഭാര്യ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇവിടെ അവകാശം തന്നിട്ടില്ല. പുറത്തേക്ക് പോവുക, ക്യാമറമാൻ പുറത്തേക്ക് പോവുക. ആരെങ്കിലൊക്കെ ജയിക്കട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ഗോൾ കീപ്പർ. അപ്പൊ ഹാൻഡ് അതുല്യയുടെ ഹാൻഡ് ആണെന്ന് പറയുന്നത്. ഞങ്ങളെ ഹാൻഡ് വിളിക്കും. അതുല്യ ഫുട്ബോൾ ഹാൻഡ്ബോൾ അല്ല. അതന്നെ ഹാൻഡ്ബോൾ. കൈ കൊണ്ട് തട്ടരുത്. അത് ഓഫായി. ചാർജർ ഉണ്ടോ? അവരുടെതാ. ഫ്രണ്ടിലില്ല, ഒക്കെ പിന്നാലെ നിൽക്കുന്നത്. എടേ, ആർക്ക് തട്ടി കൊടുക്കുന്നു? ഇവളെന്താ ഇടയിൽ കയറി നിൽക്കണേ? ഓഫ് സൈഡ് ആണ്. നെസറിനെ നീ ഓഫ് സൈഡ്. നജീബിനെ പുറത്താക്കുവാണ് ഗ്രൗണ്ടിൽ നിന്നും. തൊള്ളായിരം കളി 0. പിന്നാലെ പോ. ഈ ചങ്ങായി ഗ്രൗണ്ടിൽ നിന്ന് മാറാ. അതൊക്കെ നിങ്ങളുടെ കിട്ടുണ്ടാവില്ല സൗണ്ട്. ഓക്കെ, എങ്ങോട്ടേക്ക് വരാനാടാ? അവര് എങ്ങോട്ടേക്ക് വരും? നീ ഔട്ടിലല്ലേ നിൽക്കുന്നത്? പൊട്ടിക്ക് ബോർഡ് പിടിച്ച്. ഇപ്പൊ നെയ്മറിന് ഇഞ്ചുറിയാണ്. അത്യുഗ്രമായിട്ടുള്ള കളി. ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ കാര്യമില്ല. ഇഞ്ചുറി ഗായ്സ്. ഇഞ്ചുറി. എടാ, ബർത്ത്ഡേ ദിവസം തന്നെ എങ്ങനെയാ? ഇല്ല സാർ, നാളെ ലീവ്. തല കൊണ്ടതാ, അതിന്റെ ആറ് വീണ്. ഹാൻഡ്ബോൾ. എടി ഷേദ ഒരേ ടീമില്, അവള് വേറെ ടീമായി. അതിന് കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല, മെല്ലെ കളിച്ചാൽ മതി. ഹാൻഡ്ബോൾ ഹാൻഡ്ബോൾ ഇവിടെ. കയ്യില് തട്ടിയ ഹാൻഡ്ബോൾ എന്ന് പറയും മലയാളത്തില്. മെസ്സിയുടെ അത്യുഗ്രൻ സ്ട്രൈക്ക്. ഓക്കെ, അതാ ഇല്ല, ഹാൻഡ് ഒന്നും വിളിക്കണ്ട, ഷോൾഡർ അല്ലേ, കുഴപ്പമില്ല. അതാ ഇല്ല, ഇത് നമ്മളുടെ ടീമല്ലേ. അതില്ല ബ്രസീൽ. അതില്ല. ഈ ഒരു നിമിഷത്തിൽ എന്താ പറയുക? ഞങ്ങൾ ജയിച്ചു. ഇനി വിടൂല. ഞങ്ങൾ ജയിച്ചു.
എടാ അതുല്യാണ് ഗോൾ അടിച്ചത്. അത് സൂപ്പർ ഗോളായിരുന്നു, നല്ല ഷോട്ട് കിട്ടിയിട്ടുണ്ട്. അതുല്ല അപ്പോ കൈ കൊണ്ട് തട്ടി പറഞ്ഞ ഔട്ടാണ്. ഹാൻഡ് ആണോ? ഹാൻഡ് ബ്രസീൽ അടിക്കണം. കമന്റേറ്റർ ഒരുമിച്ച് നിൽക്കുകയാണ്. ഓക്കെ, ജാൻവി ഒരു രക്ഷയില്ലാത്ത കളിയാണ്. തോക്കൂലേ? ഓ ഹാൻഡിലേക്ക് അടിച്ചിരിക്കുകയാണ് ശ്വേതയുടെ ഹാൻഡ്. അടുത്ത ലക്ഷ്മി അമ്മയുടെ മൈക്ക് പോവുകയാണ്. ബൈ. എടാ അതിൽ നിനക്കൊരു ഓക്കെ, നീ പറയുന്നത് കേക്ക് നല്ല രീതിയിൽ പറയട്ടാ. ഓക്കെ, ദാറ്റ് ഈസ് ഹാൻഡ് ആണ്. ആരുടെ ഹാൻഡാ? ഭാര്യയുടെ. ബോൾ എവിടെയെങ്കിലും വെക്കി. ഇങ്ങോട്ട് ഫ്രണ്ട് കയറുന്നോ? ആരാ തട്ടാൻ പോണേ? ആരാ? ഓക്കെ, മെസ്സി ഓൺ സ്ട്രൈക്ക്. ഓക്കെ അടിച്ചോ. ഓക്കെ എന്താ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ തോറ്റ ടീമിന്, ഒരു ഗോൾ അടിച്ച ടീമിന് എന്താ പറയാനുള്ളത്? ഇദ്ദേഹം അതുല്യല്ലേ ഗോൾ അടിച്ചത്? അതിലാണ് അടിച്ചു കൊടുത്തത് കേട്ടാ. അതുല്യ, ഈ ഒരു നിമിഷത്തിൽ നിങ്ങളാണ് ഗോൾ അടിച്ചത്, എന്താ പറയാനുള്ളത്? എനിക്ക് പോലും മനസ്സിലായിട്ടില്ല എങ്ങനെയോ തട്ടി ഗായ്സ്. അപ്പോ എംബാപ്പയ്ക്ക് എന്താ പറയാ ഈ ഒരു ഗോളിന്റെ ഈ ഒരു നിമിഷം? സാർ പറയും. നെയ്മർ പോലും അടിക്കില്ല ഇങ്ങനത്തെ ഗോൾ. അത്ര സൂപ്പർ ഗോൾ. മനസ്സിലായിട്ടില്ല. അപ്പൊ രണ്ടുപേരും കൂടെ ഒത്തൊരുമലി കളിച്ചതാണ്. ആതിര കുന്നുമോനാണ് ഗോൾ അടിച്ചത്. അതുല്യ തട്ടിപ്പറിക്കാൻ നോക്കിയിരിക്കുകയാണ്. അതുല്യ, അതുകൊണ്ട് അവൾക്ക് അറിയില്ല പറഞ്ഞത്, മനസ്സിലായാ ഗൈസ്? അവിടെ അർജന്റീന ടീമുണ്ട്, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ട് കളിക്കേണ്ടത് അല്ല. എന്ത് വെള്ളം കുറച്ചേ ഉള്ളൂ ഇതൊക്കെ. സെക്കൻഡ് ഹാഫിൽ ഞങ്ങളെ തൂക്കുന്ന ഒരേ ഒരു പ്രതീക്ഷ. ഇതൊക്കെ ആർക്ക് ഇട്ട് കൊടുക്കുന്നു? ജാലിബ അല്ലാതെ. അടിച്ചോ. സൂപ്പർ. പിടിച്ചു. ഷേദ ഔട്ട് അടിച്ചിരിക്കുകയാണ്. സിഡാനെ. കേരടി കിട്ടി. ഗൈസ്, അപ്പോ നെയ്മറിന്റെ അനിയത്തി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നമ്മളല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്താ പറഞ്ഞേ? നമ്മള് നല്ല സൂപ്പർ ടീമാണെന്നാണ് ഇവര് പറഞ്ഞത്. രണ്ട് ടീം ഈ കളി ജയിച്ചാലേ നമ്മള്. അപ്പോ ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഗോൾ അടിച്ചാ. ഗോള് കൂട്ടിടാ. ഇതെന്തത്? എന്നാ മാറുന്നൊക്കെ ഗോളി. എനിക്കറിയില്ല, നമുക്കും അറിയത്തില്ല. ഇങ്ങനെയൊന്നും ഇല്ലല്ലോ കളി. പറഞ്ഞു കൊടുക്ക്. അതിലെ നീ തട്ടിയാ ഗോള് കൂട്ടില്ല കേട്ടാ. അർജന്റീനയിൽ അനീന മാത്രം ഉള്ളതുകൊണ്ട് കളിക്കാണ്ടാ. ആരെങ്കിലും ഫ്രണ്ടിൽ കയറി. ശ്വേത അടിച്ച അനേനിക്കോട്. ഇന്നലെ മെസ്സിനെ കുറ്റം പറഞ്ഞത്. നൈന. അത് അപ്പുറത്ത് പോയി. റെഡ് സാർ. റെഡ്. ഇല്ല, മഞ്ഞ പോരാ. നിങ്ങളുടെ ടീം വല്ല. റെഡ്. അല്ല. റെഡ്. ലക്ഷ്മി അമ്മ.
ഇറങ്ങിക്കോ, പുറത്തിടെ, കടക്ക് പുറത്ത്, കടക്ക് പുറത്ത്, കടക്ക് പുറത്ത്. അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഓ അത് ഒരു മന്ന കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പെനാൽറ്റി, പെനാൽറ്റി ഗായ്സ്, പെനാൽറ്റി. നീ മാത്രം നിൽക്കണം ഗായ്സ്. അപ്പോ പെനാൽറ്റി ആണ് അക്ഷയ. എടി ഇത് ഈ ചാൻസ് വിടാൻ പാടില്ല കേട്ടോ. ദൈവത്തിന്റെ പോരാളികൾ. ഇത് മൂന്ന് തോറ്റു. അതെ അതെ. അടുത്ത 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 കളി. എടാ അടുത്ത 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 കളി. മാൻഡ്രേക്ക്, മാൻഡ്രേക്ക്. ഗായ്സ് എടാ ഇത് ശരിക്കുള്ള കളി ഇതാണ് നടക്കാൻ പോണത്. ഈ കളി നമ്മൾ ഓക്കെ. ഈ കളി തോറ്റു പറഞ്ഞാല് ലൈനപ്പ് 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 എവിടെ ഇതിന്റെ ഒരു വാ 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 നീ വാ. 2 ലൈനപ്പ് ബ്രസീല്. ഗായ്സ് അപ്പോ ഇതെന്താ എടാ നീലപ്പട, എടാ അർജന്റീന 3 കളിയും തോറ്റ്. ഇല്ല 3 തോറ്റു. അല്ല ഈ ഒരു കളി 4 3 തോറ്റു. ഒരു ഡൗട്ടും കഴിഞ്ഞ പിക്കിൾ ബോൾ ചാമ്പ്യൻ മേഘ കോച്ച് ലിജേഷ്. ചെറിയൊരു പ്രശ്നമുണ്ട് ഗായ്സ്. അപ്പോ മറ്റേ എന്താ നിങ്ങളുടെ ടീമിന്റെ പേരെന്താണ്? ബ്രസീലിൽ കളിക്കാൻ ആൾക്കാരില്ല. ഇല്ല, ആകെ 2 പേരുള്ളൂ. എടാ അതിലെ നീ ഇറങ്ങിക്കൊന്നാ. അതിലെ നിങ്ങളുടെ പ്ലേയേഴ്സ്, നിങ്ങളുടെ സൂപ്പർ പ്ലേയേഴ്സ് ഇല്ല ഇല്ല, പേടിച്ച് പിന്മാറിയിരിക്കുകയാണ്. അതങ്ങനെ ഇല്ല ഇല്ല, നിങ്ങളുടെ കയ്യിൽ കളിക്കാൻ ആൾക്കാരില്ല. ഇല്ല ഇല്ല ഇല്ല, ആരാ ജേഴ്സി ഇല്ല, ജേഴ്സി ഇല്ലാത്ത ഇതൊക്കെ ഏതാ ടീം? പുറത്തുനിന്നൊക്കെ ടീമിന് ഇറക്കണ അവര്. ഇതൊന്നും പറ്റൂല. കളിച്ച ആൾക്കാരിന് 5 കളി ഇറക്കുന്നത്. ആരാ ഒരാള് കളിച്ച ആൾക്കാർ 5 കളി പിന്നെ ഇറങ്ങുന്നത്. തട്ട ഇങ്ങനെ മൂടിക്കാം, മനസ്സിലാവില്ല, ആളെ മനസ്സിലാവില്ല. എടാ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ജയിക്കും, നമ്മൾ ജയിക്കും. ലൈനായിട്ട് വരുന്നതാണ് ലൈനപ്പ് എന്നാണ് പറയുന്നത്. എടാ അതിലെ നിന്റെ മൈക്ക് ഉണ്ട്, സൂക്ഷിച്ച് സംസാരിക്കുക. എടാ ഈ സെന്ററിൽ ഞാൻ വരാൻ പറ്റും? ഇങ്ങനെ വരാൻ പറ്റും എനിക്ക്? വലിയ കളിക്കാർ ഈ ഒരു കളിയാണ് പ്രതീക്ഷയുള്ളത്. ഈ ഒരു കളിയും കൂടെ തോറ്റു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഗ്രൗണ്ട് വിട്ട് പോവില്ല. ഷെയ്ക്കണ്ട് വിവേകേട്ടൻ സ്ട്രൈക്ക്. വിവേകേട്ടൻ കൊടുക്കേ. തല കറങ്ങി വന്നാൽ ലീവ് ഒന്നും തരില്ല. നിനക്ക് ഒട്ടും ഞാൻ ലീവ് തരുന്നതില്ല. ഓക്കെ, ഗോൾ അടിച്ചു വരൂ, തോറ്റു വരും മക്കളെ, തോറ്റു വരും. ദുരന്തം ഈ ടീമിൽ തന്നെ മനസ്സിലായി. നേരത്തെ അതേ സ്ട്രാറ്റജി തന്നെ പോട്ടെ, അക്ഷയമാക്കി കളിച്ചോളൂ. ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് എന്താണ് ചോദിച്ചു എന്ന് പറഞ്ഞാല് ഈ കളി നമ്മൾ തന്നെയാണ് എപ്പോഴും പറയുന്നത്. കാര്യമില്ല എടാ, കുഴപ്പമില്ലടാ. ഇവിടെ ഒരു മാനേജർ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറഞ്ഞതല്ലേ, അതാണ് സംഭവം. സ്നേഹം, ഈ ഒരു അതെ അതെ. എടാ ഞാൻ കമന്റേറ്റർ അല്ലേ? വിളിച്ചിട്ടുണ്ട്. ഒരു കളിയാണ്, ഒരു പ്രതീക്ഷയുള്ളത്. ഇതാണ് ശരിക്കുള്ള പ്ലേയേഴ്സ് കളിക്കുന്നത്. ഓക്കെ, ഔട്ട് 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 ഔട്ട്. അപ്പോൾ സ്റ്റേറ്റ് ചാമ്പ്യൻ ഇവിടെ ഉണ്ട്. നമ്മുടെ എല്ലാ കളികളിലും നല്ല രീതിയിൽ പിക്കിൾ ബോളിലും അതുപോലെ തന്നെ ഫുട്ബോളിലും. ഓക്കെ ഓക്കെ ഓക്കെ. കട്ടാ, എന്ത് കട്ട്? ലൈൻ കട്ട്, ലൈൻ കട്ട്, ലൈൻ കട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഔട്ട്. മേജറിന്റെ ആവേശം. ഇദ്ദേഹം ഒരു രക്ഷയില്ലാത്ത ഒരാള്. ആ കൊടി ഒന്ന് കാണിക്കുവോ? പാകിസ്ഥാൻ എവിടെയാ? SNDP SNDP ജേഴ്സി ഇട്ടിട്ട് വന്നിരിക്കുക. ഓ വാടേ. ഓക്കെ, ഇല്ല, ബ്രസീലാണ് അടിച്ചത്, അർജന്റീന അടിക്കും.
ആദ്യം അവിടെ നിക്കണ വെറുതെ? അയ്യോ അല്ല, ഒരു ഫൗൾ മണക്കുന്നുണ്ട്, ഫൗൾ മണക്കുന്നു. ലക്ഷ്മി അമ്മാള് എല്ലാവരും ഇദ്ദേഹം ലക്ഷ്മി അമ്മാൾ എല്ലാവിടെ പോയാലും ഫൗള് ഫൗള് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മാള് വെറുതെ കിടന്ന് കാറുക. ഇതാ ഫൗള് നല്ലത്. ഫൗൾ 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 വാട്ട് എ ഫൗൾ. ഓ ഫൗൾ ഫൗൾ. അപ്പോ ഓക്കെ ഓക്കെ ഓക്കെ. ഓ അത് ഹാൻഡല്ല. അപ്പോ വയ്യാതായിരിക്കാണ് മൊത്തത്തിൽ. അപ്പോൾ അത്യുഗ്രമായിട്ടുള്ള പോരാട്ടത്തിൽ 0-0 ആണ്. അപ്പോൾ ഹാഫ് ടൈം പോലും ആയിട്ടില്ല. ആര് ജയിക്കുന്നു? ഈ കളി അർജന്റീന ജയിച്ചില്ലെങ്കിൽ 4-0 ആവും. ഓക്കെ, ദാറ്റ് ഈസ് എ ശ്രീനിത. ഓക്കെ, ദാറ്റ് ഈസ് എ ഫോൾ. അവിടെ ഒരു ഹാൻഡ് ഉണ്ടായി, ആർക്കും പറഞ്ഞിട്ടില്ല. എടാ നിനക്ക് ഈ കളിയൊക്കെ അറിയോടാ? അത് ഇദ്ദേഹത്തെ ഡിഫൻഡിന്റെ ഫുൾ ഫോം പറ. ഫുൾ ഫോം എടാ. അയ്യോ ആര് പോകുന്നേ? എടാ അത് ആ ഷോട്ടാണ്, ആ സാധനം ഉണ്ട്, സാധനം. ഓ ബ്രോ, നമ്മൾ ഈ ഒരു കളിയിൽ നിന്നും പുറത്താക്കേണ്ടതാണ്. ഇദ്ദേഹമാണ് പിള്ളേരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്. ലക്ഷ്മി അമ്മാൾ. അതിലേ അടുത്ത നമ്മുടെ കളിയില്ലേ, അതിനെന്താ പറയാനുള്ളത്? നമ്മൾ തൂക്കും, അതന്നെ നമ്മൾ തൂക്കും, അതന്നെ. അപ്പോൾ ഇത് ലാസ്റ്റ് കളിയാണെന്ന് ചോദിച്ചാൽ ഇനി ഒരു കളിയുണ്ട് തോന്നുന്നു അർജന്റീനൻ്റെ. ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എനിക്കെന്താ പറയാനുള്ളത്, കുറച്ച് സൂമാക്കാൻ പറ്റുമോ? ഓക്കെ, അത് ആ ഒരു ചാട്ടം അതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു മതിൽ ചാട്ടമാണ് ലിജേഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ ലാസ്റ്റ് കളിയാണ്. ഓക്കെ, ഈ കളിയിൽ നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഫൈനൽ കപ്പ് നമുക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്യുഗ്രമായിട്ടുള്ള കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ ഗ്രൗണ്ടിൽ കാണികളെ ഒന്ന് കാണിച്ചു കൊടുക്കുക, മീൻസ് കാണികളിനെയും അതുപോലെ തന്നെ പ്ലേയേഴ്സിനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ ഒരു കളിയിൽ ആര് ജയിക്കുമെന്നറിയാതെ മുൾമുനയിൽ അതിൽ എന്താ പറയാനുള്ളത്? ഈ ഒരു നിമിഷത്തിൽ ആര് ജയിക്കും? ബ്രസീൽ മൊത്തം ഒരു കളി ജയിച്ചിട്ടുണ്ട്. 7 അപ്പ് കൊടുക്കുമോ എന്ന് അറിയത്തില്ല. 7 അപ്പ്. ആ ഓക്കെ, മെഗേസി ഓൺ സ്ട്രൈക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ദിൽറുബയല്ലേ അതാരാ? ആരൊക്കെ അടിക്കുന്നുണ്ട്, ഗോളൊന്നും പോകുന്നില്ല. സിഡാനയ്ക്ക് എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാലോ? ക്യാച്ച് എടുത്തോളൂ സിഡാനെ. എന്നാ ഓക്കെ ഓക്കെ, അതിശക്തമായ ഒരു അടി. ശരിടാ പറയ്. ഓക്കെ ഓക്കെ, നമ്മളെ അവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് നമ്മളുടെ അതുലിന്റെയും എൻ്റെ വിഷ്വൽസ് ആണ്. അപ്പോൾ നമ്മൾ തൂക്കും പറയണ്ട, ഇവർ തോക്കാനുള്ള ചാൻസസ് ആർ ഹൈ. എടാ അത് മൈക്ക് വന്നോ? ഈ ഒരു നിമിഷത്തിൽ ആ കണ്ണാടി ഇട്ട് നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ കാല് പോയതാണ്. നിൽക്കട്ടോ, കണ്ണാടി മാനേജറിനെ കുറിച്ച്. ഇദ്ദേഹം വലിയ ഉടായിപ്പാണ്, പകുതി ഉടായിപ്പ്. അദ്ദേഹം നല്ല ഉടായിപ്പാണ്. കാല് പോയെന്ന് അവിടെ വെറുതെ കണ്ണാടി വെച്ചിരിക്കുന്നു, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. പാടത്ത് കോലം വെച്ചത് പോലെ ഇരിക്കുന്നു. നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് പറയുമ്പോൾ അവിടെ ഒരാൾ കണ്ണാടി ഇട്ട് നിൽക്കട്ടെ, കാല് പോയാ ആരടാ ഇത്? അനുസരിച്ച് കളി കൊണ്ടുപോയി. എന്തോ ഉടായ്പ പറഞ്ഞിരിക്കുക. എല്ലാവർക്കും നല്ല സപ്പോർട്ട്. ഫോട്ടോത്തിന് ഇപ്പുറത്തുള്ള ലക്ഷ്മി അമ്മാളിനെ കുറിച്ച്. ലക്ഷ്മി അമ്മാൾ ഒരു നല്ല ചെറുപ്പക്കാരൻ, നല്ല പയ്യൻ. ലിജേഷിന്റെ കോച്ചിങ്, ഇത് അനുവേജിന്റെ കോച്ചിങ്. തോക്കാൻ പോകുന്ന ടീമിന് അനുവേജിന്റെ കോച്ചിങ്. എന്തിനാടാ അനുവേജൻ പിന്നെ എന്റെ കാല് പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ. അതായത് സംഭവം വന്നിട്ട് ചേച്ചിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ. ഇതാ ജയിക്കാൻ പോകുന്ന ടീമിനെ തോപ്പിക്കുന്നത് പോയിക്കൊണ്ട് രണ്ടാൾക്കാർ നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. ലിജേഷ് ശ്രീധറിന്റെ ലിജേഷ് ശ്രീധർ. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ കളിക്കുമ്പോൾ നല്ല കളികളായിരുന്നു, നോർമലി ഒരു രക്ഷയില്ലാത്തത്. അദ്ദേഹം അവിടെ പങ്കുവെച്ചിരിക്കുന്ന ഇദ്ദേഹം എല്ലാ ടീമിനും, അതായത് അർജന്റീന എന്നല്ല ഇന്ത്യൻ ടീമിന് വരെ വെള്ളം കൊടുത്ത ആളാണത്. വെറുതെ വെള്ളം കുടിപ്പിച്ചിട്ട്. മനുഷ്യരാണെന്നാണ് പറയുന്നത്. അതന്നെ.
ലിജേഷ് ചേട്ടനെ കുറിച്ച് 4 വാക്കുകൾ. എതിരാളികളും മനുഷ്യരാണെന്നുള്ളൊരു മോട്ടോ മുന്നോട്ട് വെക്കുന്നൊരു മനുഷ്യനാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ. ലക്ഷ്മി അമ്മാൾ. അയാൾ പറയുന്നത് കേൾക്കല്ലേ? അയാൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ, ഞാനിത് പണ്ടേ വിട്ട സീനാണ്, നമ്മൾ ഇറക്കി വിടാത്തതിന് ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഇതിപ്പോൾ സംഭവം വന്നിട്ട് അണ്ണനെ കുറിച്ച് കുറച്ച് വാക്കുകൾ. ഇതൊക്കെ പണ്ടേ വിട്ട സീനാണ്, ഇതൊക്കെ നമ്മളുടെ കയ്യിലൊക്കെ കിട്ടിയിരിക്കണം, ഇതൊക്കെ തൂക്കായിരുന്നു, 1 രക്ഷ തൂഫാനൊക്കെ അടിച്ച് കയ്യിൽ കൊടുക്കും. അതാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലക്ഷ്മി അമ്മാൾ. ഇപ്പം നോക്കിയോ, ഇനി അങ്ങനെ അവിടെ പോയിരുന്നു. എന്നിട്ട് അവിടെ കുറച്ച് സ്പീക്കർ, അതായത് ഔട്ടായ എന്താണ് വർക്കാവാത്ത സ്പീക്കറും കൊണ്ട് അദ്ദേഹം കളി 0-900. മക്കളെ ഇത് നോക്കണം. ജയിക്കുന്ന ടീമിനെ വരെ തോൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ ലക്ഷ്മി അമ്മാൾ. കളി സ്റ്റാർട്ട് ചെയ്യാണ്. വെറുതെ വെള്ളം കുടിക്കുന്നു. അനുജ് നോക്കി, വെറുതെ വെള്ളം കുടിക്കുന്നു. എനിക്ക് ക്ഷീണമാണെന്ന് കാണിക്കാൻ വെള്ളം കുടിക്കുന്നു. അർജന്റീന ടീം റെഡി ആയിരിക്കുകയാണ്. നമ്മൾ തോക്കാൻ കാരണം ഇദ്ദേഹം നമ്മളെ ജയിപ്പിക്കുന്നതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം എല്ലാ കളിയും നല്ല രീതിയിൽ സ്റ്റേറ്റ് പ്ലെയർ ആണ് തോന്നുന്നു അല്ലേ മേഘേച്ചി? ഓക്കെ, അർജന്റീന ആദ്യമായിട്ട് ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ ആരാ ഗോൾ അടിച്ചത്? ദിൽറുബയ്ക്ക് എന്താണ് പറയാനുള്ളത്? അതാണ് ആദ്യമായിട്ട് ഒരു ഗോൾ. ഇനി മൊത്തം ഗോളായിരിക്കും പറയുന്നത്. അത്ര എടാ 4 കളി കളിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഒരൊറ്റ ഗോളേ പോയിട്ടുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല, ഗോളിന്റെ എണ്ണത്തിലല്ല കാര്യം, ജയിക്കുന്നതാണ്. അത് ഞങ്ങൾ തോറ്റിട്ടുണ്ട്. ഈ ഒരു നിമിഷത്തിൽ ഒരു ഗോളാ അർജന്റീനക്കല്ലേ പറഞ്ഞ നിങ്ങള്? അയ്യോ സീന് നെയ്മർ ജൂനിയർ അതുൽ നെയ്മർ അതെന്താ സാധനം എന്തൊക്കെയോ പറയണ്ട കാര്യമായിട്ട്. എടാ അത് നോക്ക് എടാ കളി വിന്നിങ് മൊമെന്റ്. സുനിയ കൈ കൊണ്ട് തട്ടിയിരിക്കുകയാണ്. ഇല്ല അത് ബ്രോ എന്താ ഞാൻ കണ്ടില്ല. എടാ ആരെങ്കിലും നല്ല ഗോൾ കീപ്പറിനെ നിർത്ത്. ഗോൾ കീപ്പർ ആരാ നിക്ക? ആർക്ക് വേണേ നിക്ക, അങ്ങനെയില്ലേ? ടീനെ പിടിച്ചോ, ഒന്നും നോക്കണ്ട, ബോൾ കൈ കൊണ്ട് തട്ടിച്ചാ മതി. ടീനെ തടുത്തോ. നിങ്ങളിത് കാണുക. ഈ ഭൂഗോളത്തിൽ അതിൽ എന്താണ് പറയാനുള്ളത്? ഇനി പറയാലോ, മെസ്സിനെ കളിയാക്കിയവരാണ് ഗോള്, മറ്റത് പെനൽറ്റി അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കേ, അർജന്റീന won the game. നല്ല മികച്ചൊരു കളിയായിരുന്നു. 4 അർജന്റീന ടീം വന്നു, 1 അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒരു അർജന്റീന സെമിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ സെമി കളിക്കാൻ പോകുന്നത് വളരെ മികച്ചൊരു സെമിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യ സെമി കളിക്കുന്നത് പോർച്ചുഗലും ജർമ്മനിയും, 2ാം സെമി കളിക്കുന്നത് ബ്രസീലും അർജന്റീനയുമാണ്. പോർച്ചുഗൽ ടീം അത് ലാസ്റ്റ് പെനൽറ്റി, അത് സീനായിരുന്നു. അത് നമുക്ക് യോഗമില്ല. പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അതാ പറ്റിയത്. ഫുട്ബോളാണ്, ആദ്യത്തെ മോളിലെ കളിയുണ്ടാ സെറ്റ്. ഇതെന്താ അത് കൊടുക്ക്. ഫാൻസ് അസോസിയേഷൻ കൊത്തുപണികൾ ഫ്രം ധനികശ്രീ. ഓക്കെ, അപ്പൊ അതിന്റെ വേറെന്തോ ഇവിടെ നിങ്ങളുടെ കണ്ണിന്റെ ഇവിടെ എന്താ കടിച്ചിരിക്കണേ? എന്താ സംഭവം?
അമ്മാൾ പുറത്തേക്ക് പോകേണ്ടതാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നും പുറത്ത് പോകേണ്ടതാണ് ലക്ഷ്മി അമ്മാൾ. വീഡിയോ എടുക്കുന്ന നജീം ആകെ ഗ്രൗണ്ടിൽ കയറിയത് വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവിടുന്ന്? എനിക്ക് ഗ്രൗണ്ടിന് പുറത്ത് നിന്ന് വീഡിയോ എടുക്കണം. ഇത് ഗ്രൗണ്ടിന്റെ ഉള്ളിൽ കയറിയിട്ടല്ല വീഡിയോ എടുക്കുന്നത്. സെമിയാണ് ആദ്യ സെമി, അതായത് ചാമ്പ്യൻ ആരാ? വരാം. ചാമ്പ്യൻ എന്താ പറയാനുള്ള ഈ ഒരു അവസരത്തിൽ? എന്ത് പറയാൻ, അടുത്ത കളി ഞങ്ങൾ ജയിക്കുമല്ലോ. ചാമ്പ്യനോട് ആകെ ഒരേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, ഈ ഒരു തൊറയിലെ ശാപത്തിനോട് അടുത്ത് കൂട്ടരുത്. എങ്കിൽ എന്റെ കൈ മാന്തി പൊളിച്ച് ഈ തൊറയിലെ ശാപം. കോച്ചിങ് കൊടുക്കാണ്ടിരുന്നാൽ മതി. ലക്ഷ്മി അമ്മാൾ കോച്ചിങ് കൊടുക്കാണ്ടിരുന്ന ടീം രക്ഷപ്പെടും. അതാണ് തൊറയിലെ ശാപം. പോകാം. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം പോവാം. കമന്ററി ജർമ്മനിയുടെ മുന്നേറി വീണു. ജർമ്മനി ഫസ്റ്റ് ഗോൾ. ആദിത്യ കണ്ണ് കാണാതെ ആദിത്യ ബോള് വന്നിട്ട് പോലും അറിയാതെ ആദിത്യ മാനേജറിന് വട്ടളകി എന്ന് വിചാരിക്കുന്നു. മാനേജർ എന്തൊക്കെ നടനമാടുകയാണ്. മാനേജറിന് ആകെ പ്രാന്തായിരിക്കുകയാണ്. കളി ജയിച്ച് പ്രാന്തായതാണ് മാനേജറിനെ. എന്താ ഉണ്ടായത് പോലും അറിയുന്നില്ല. കളിയിലേക്ക് പോവാം. ഞാൻ അറിയാൻ കഴിഞ്ഞത് തൊറയിലെ ശാപം സപ്പോർട്ട് ചെയ്തത് പോർച്ചുഗീസിനാണെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അതോടെ ജർമ്മനി ഗോളടിച്ചിരിക്കുകയാണ്. വാവ്, അത് ജർമ്മനിയുടെ അടുത്ത അത്യുഗ്രൻ കളിയാണ്. പോർച്ചുഗൽ പോർച്ചുഗൽ ഔട്ടിലേക്ക് അടിച്ചിരിക്കുന്നു. ലക്ഷ്മി അമ്മാളിന്റെ ഒരു ഗോളാണ്. ലക്ഷ്മി ഡയറക്റ്റ് ആയിട്ട് ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുകയാണ്. നേരെ പോസ്റ്റിലേക്ക് രശ്മി അമ്മാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. എന്തിനാ പ്ലാൻ ചെയ്യുന്ന പോലും അറിയുന്നില്ല. ഇതാ രശ്മി കേൾക്കാൻ പറയുന്നു. വാവ്, ആ അടിക്കുന്നത് നേരെ ഔട്ടിലേക്ക്. ജർമ്മനിയുടെ ഔട്ടാണ്. ജർമ്മനി അടിക്കേണ്ടതാണ്. രശ്മി അമ്മാൾ ഇനി ഡയറക്റ്റ് ആയിട്ട് പോർച്ചുഗൽ മാറിക്കോളൂ. പോർച്ചുഗലിന്റെ അല്ലല്ല നിങ്ങൾ അടിച്ച് നേരെ അങ്ങോട്ട് കയറി. ലക്ഷ്മി അമ്മ ഇവരടിച്ച് നേരെ ഔട്ടിലേക്ക് പോയി. പോർച്ചുഗൽ അടിച്ച് നേരെ ഔട്ടിലേക്ക് പോയി. ഇതൊക്കെ ഉള്ളതാണോ? ഡഫറി. രശ്മി അമ്മാൾ എന്ത് ചെയ്യുന്നു? രശ്മി അമ്മാൾ നേരെ ആർക്കോ പോർച്ചുഗൽ മുന്നേറുന്നു. പോർച്ചുഗലിന്റെ ആരൊക്കെയോ അടിച്ചിരിക്കുന്നു. ജർമ്മനി ക്യാമറമാൻ കളി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ക്യാമറമാനെ പുറത്താക്കേണ്ടതാണ്. പോർച്ചുഗലിന്റെ റൊണാൾഡോ അടിച്ചിരിക്കുകയാണ്. എങ്ങോട്ടാ പോയിരിക്കുന്നത് അറിയില്ല. പോർച്ചുഗൽ വീണ്ടും അടിക്കുന്നു. രശ്മി അമ്മാൾ തകർത്തിരിക്കുന്നു. പോർച്ചുഗൽ പരസ്പരം തല്ലുകൂടുകയാണ് മക്കളെ. ഇനി 2 മിനിറ്റും കൂടെ ഉണ്ട്. കമന്റേറ്റർ പറഞ്ഞോളൂ താങ്കൾ. യെസ്, ഗോൾ കീപ്പർ പോർച്ചുഗൽ. ഹാൻഡ്ബോൾ. കുട്ടിയുടെ ഹാൻഡ്ബോൾ. കളി കാണുമ്പോൾ മനസ്സിലാവുന്നത് പോർച്ചുഗൽ പരസ്പരം തല്ലുകൂടുകയാണ് എന്നാണ്. ആദിത്യ, ടീം ക്യാപ്റ്റൻ ആദിത്യനെ കുറിച്ച് 2 വാക്കുകൾ. ആദിത്യ അവിടെ ഹാരോനായിട്ട് സല്ലപിക്കുകയാണ്. എന്താ സംഭവം? നീ ഫ്രാൻസാടാ. ഉച്ചയ്ക്കുള്ള വൈകുന്നേരത്തേക്കുള്ള ചായക്കടി എവിടെ കിട്ടും? പരിപ്പ് വടയാണോ നല്ലത്, അത് പപ്സാണോ നല്ലത്? ഇതൊക്കെയാണ് ആദിത്യയുടെ. ഒച്ചയില്ല, അതിലൊന്നുമില്ല. അതായത് മൈക്കല്ല അത്. വ്ളോഗിൽ പറയുന്ന കാര്യങ്ങൾ ഒച്ചയില്ല എന്ന് പറയുകയാണ് എന്റെ ടീം. ജയിക്കണമെന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് കളിയാണെന്ന് പറയുന്നു. ആ ഒരു ഫുട്ബോളിനെ കുറിച്ച് ചോദിച്ചാൽ ക്രിക്കറ്റിന്റെ കളി അറിയാവുന്ന നെയ്മർ, മെസ്സി, റൊണാൾഡോ, ആ സാധനം കയറില്ലേ? പോർച്ചുഗൽ വീണ്ടും ഹാൻഡ്ബോൾ. അതൊരു ഹാൻഡ്ബോൾ. ഹാൻഡ്ബോൾ കളിച്ചിരിക്കുകയാണ് റൊണാൾഡോ. ഇത് ഫുട്ബോൾ ആണ്, ഹാൻഡ്ബോൾ അല്ല. അങ്ങോട്ടേക്കാ ജർമ്മനി അടിക്ക്. രശ്മി അമ്മാൾ അടിക്ക്. ഡയറക്റ്റ് ഗോളിലേക്ക് അടിക്കുക രശ്മി അമ്മാളെ. ഞാൻ ഒരു നിമിഷം കമറിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ രശ്മി അമ്മാൾ ഓടിച്ചെന്നടിക്കുകയാണ്. രശ്മി അമ്മാളുടെ നിന്നിരിക്കുന്നു. രശ്മി അമ്മാൾ വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ആലോചിക്കാനറിയില്ല. രശ്മി അമ്മാൾ ഒരുപാട് നേരം ആലോചിച്ചിട്ട് അടിച്ചതാവും. ഗോൾ പോസ്റ്റിലേക്കാണോ അതോ പ്ലേയേഴ്സിന്റെ അടുത്തേക്കാണോ അറിയില്ല. പ്ലേയേഴ്സിന്റെ അടുത്തേക്കാണ്. ഔട്ടിലേക്ക് അടിച്ചേക്ക്. 4 കളിയിൽ ജയിച്ചതിന് ശേഷം അവർ ഒരു കളി 3 കളി കളിച്ചതിൽ 1 കളി ജയിച്ച് അർജന്റീന. സന്തോഷ പ്രകടനമാണ്.
എറിയൽ. ആദിത്യ ഓൺ എറിയൽ എറിഞ്ഞത് ഓക്കെ, എറിഞ്ഞ് സ്വന്തം ടീമിന്റെ കയ്യിലേക്ക് കൊള്ളിച്ചിരിക്കുകയാണ്. രശ്മി അമ്മാൾ വീണ്ടും ജർമ്മനിയിൽ ലക്ഷ്മി അമ്മാൾ മാത്രമേ ഉള്ളൂ കളിക്കാൻ. ജർമ്മനിയിൽ രശ്മി അമ്മാൾ മാത്രമേ ഉള്ളൂ. രശ്മി അമ്മാൾ വീണ്ടും അടിക്കാൻ നിൽക്കുകയാണ്. ഡയറക്റ്റ് പോസ്റ്റിലേക്കാണോ? റണ്ണപ്പ് എടുക്കാനുള്ള ആരോഗ്യമൊന്നും രശ്മി അമ്മാളിന് അറിയില്ല ഇല്ല. മാനേജർ വീണ്ടും റണ്ണപ്പ് എടുക്കാൻ വന്നു. രശ്മി അമ്മാൾ അടിച്ചിരിക്കുകയാണ്. പോയിരിക്കുന്നു. പോർച്ചുഗൽ എല്ലാവരും കൂടെ ബോളിനെ പിടിച്ച് ഔട്ടിലേക്ക്. ഓക്കെ, അത്യുഗ്രമായിട്ടുള്ള സെമി ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് അർജന്റീനയുടെ കളിയുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം ഷൂട്ട് ചെയ്യണം. ഓക്കെ, അതാ കുട്ടി വീണിരിക്കുകയാണ്. അത് അവര് കളിക്കാനുള്ള ടീമാണ് അവർക്ക്. ഓക്കെ ഓക്കെ, നെയ്മറിന്റെ സുഹൃത്ത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? ഫോട്ടോ അല്ല, അത് വീഡിയോ ആണ്. ഈ നിമിഷത്തിൽ പറയാൻ പോകുന്നത് വെച്ചാൽ ഈ ജർമ്മനി നല്ല കളിയാണ്. ജർമ്മനി നല്ല കളിയാണ്. പക്ഷെ ഇപ്പൊ ബോൾ പൊസിഷൻ വെച്ച് നോക്കുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞാൽ പോർച്ചുഗലിനാണ് ബോൾ പൊസിഷൻ ഉള്ളത് കേട്ടോ. സംഭവം ജർമ്മനിയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നെങ്കിൽ പോലും പോർച്ചുഗലാണ് ബോൾ പൊസിഷൻ നോക്കും. പോർച്ചുഗലാണ് നമുക്ക് സ്കോർ ചെയ്യുന്നത്. ഇതൊക്കെ ആവുന്നുണ്ടല്ലോ പുറത്തുനിന്ന് വൻ ഗാലറി വൻ ആവേശം, ഗാലറി ഊക്ക്. ഹാഫ് ടൈം ആയിരിക്കുകയാണ്. ഹാഫ് ടൈം വെള്ളം കുടിക്കണ്ടേ. ഏക്കെ വളരെ തന്ത്രപരമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കില്ല. പറഞ്ഞു കൊടുക്കും. ഇതിപ്പോ എന്താ പറയുന്നത്? ഏക്കെ എന്താ പറയണമെന്നും കൂടെ നിങ്ങൾ പറയണം കേട്ടോ. ാണ് കളിയുള്ളത്. അത് വെച്ചിട്ട് കാലിനെ കൊണ്ട് കളിക്കണം, കൈനെ കൊണ്ടല്ല കളിക്കേണ്ടത്. ഓക്കെ, അത് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. കാലിനെ കൊണ്ട് കളിക്കണം, കൈനെ കൊണ്ട് കളിക്കാൻ പാടില്ല. ഇപ്പൊ അവര് തല്ലണ്ടി വന്നാൽ തല്ലണം, കൊല്ലണ്ടി വന്നാൽ കൊല്ലണം ഇപ്പൊ പറയുന്നത്. ഇപ്പൊ പോസ്റ്റിനൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ട്. ഇത് തോറ്റിട്ട് ഇവിടേക്ക് വരണ്ട, ബന്ധപ്പെടാം. 100 രൂപ ഫീസ്, 100 രൂപ. ഇവിടെ റാസിക് സാർ ആര് എന്താന്ന് അറിയില്ല, അത് ടീമെന്ന് അറിയില്ല, ഏതെന്നും അറിയില്ല. എന്തായാലും എന്തെങ്കിലും നമുക്ക് പറയാന്ന് വെച്ചിട്ടാണ് പറയുന്നത്. ഒരു കാര്യമില്ലാണ്ട് ഹാരോൺ എന്താ അവിടെ പോയി നിൽക്കുന്നത് എനിക്ക് ഇപ്പൊ മനസ്സിലായിട്ടില്ല. ഹാരോൺ TLനെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് അവിടെ പോയി നിൽക്കുന്നേ. ഇവ എല്ലാ ടീമിലും ഉണ്ടല്ലോ. ഇവൻ ഏതാ ടീം? സ്വന്തമായിട്ട് ടീമില്ലാത്തതിന്റെ സീൻ എന്തോ സപ്പോർട്ടിന് ആളിലെത്തുണ്ട്. ബംഗാളികളെ അതിഗംഭീരമായിട്ടുള്ള പ്രകടനം. എല്ലാവരും ഏടല്ലേ, ആയിക്കോട്ടെ. എന്തെങ്കിലൊക്കെ പറയണ്ടേ. കെട്ടി വരുമ്പോ ഒരു വില വേണ്ടേ? ഓക്കെ, ഓ സാന്ദ്രയുടെ നല്ലൊരു മുന്നേറ്റായിരുന്നു. ഏക്ക ശരിക്കും ഫിഫ വേൾഡ് കപ്പാണ് വിചാരിച്ചിട്ടുണ്ട് തോന്നൂല്ലേ? അല്ലേ? ഏക്കല്ലേ ശരിക്കും വേൾഡ് കപ്പാണ് വിചാരിച്ചിരിക്കുക. ഇവിടെ കാച്ചിയ മോരെ കൊണ്ടുപോവാ. ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. എനിക്കിപ്പോഴും കളി കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പോർച്ചുഗലിന്റെ കയ്യിലാണ് കളിയില്ല. അവർ വിചാരിച്ചാണെങ്കിൽ ഗോൾ അടിക്കാം. കളി കാണും. നീ ഇവിടെ വന്നിട്ട് പൊമ്പിളർ മാത്രം നോക്കിയാ പറ, കളി കാണും. ഒറ്റ ചോദ്യം മതി, ജീവിതം മാറി മറിയും. അതാ ഊർമിള ദേവി മരിമോള അമൃതയുടെ നമ്മളോടൊപ്പം ചേർന്നു. ഊർമിളാദേവി പറയുന്നു നമ്മളെന്താ ഇവിടെ? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ, അടിച്ച് പറത്തിയിരിക്കാണ്. ത്രിലേഷ് കുമാർ നമ്മുടെ കമന്റേറ്റർ മാറിയിരിക്കുകയാണ്. അപ്പോ ലിജേഷ് ഏട്ടൻ നയിക്കുന്ന ത്രിലേഷ്. അപ്പോ ഓക്കെ,
സ്റ്റാർട്ട് ആവാൻ പോവാണ്. ഓക്കെ, അതില് അവിടെ ഓക്കെ ലിജേഷ് ഏട്ടൻ നയിക്കും ബ്രസീൽ ഫ്രം കാട്ടാനോ. അത് ഔട്ടിലേക്ക് പോയിരിക്കുകയാണ്. ജാൻവി ഈ ഒരു നിമിഷത്തിൽ വീടെടുക്കുന്നുണ്ട്. ലക്ഷ്മി അമ്മാൾ നല്ല രീതിയിൽ കമന്ററി പറയുന്നു. ഒരു ഉണ്ട് നമ്മൾ ചാർജ് ഫുള്ളാക്കി സെറ്റാണ് പവർ. ഔട്ടിലേക്ക് അടിച്ചിരിക്കുകയാണ്. നജീബിന് ഒട്ടും ഇഷ്ടമായില്ല. നജീബിന് ഒട്ടും ഇഷ്ടമായില്ല. ഈ അർജന്റീനയുടെ അത്യുഗ്രൻ ഷോട്ട് നേരെ ഔട്ടിലേക്ക്, അതൊരു ഗോൾ കിക്ക് ആകുന്നു. ഗോൾ കിക്ക്. ലിജേഷ് എന്തൊക്കെയോ വിളിച്ചു പോകുന്നത് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അർജന്റീനയുടെ താരം ജാൻവി, ഇത് വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ്, ഇത് ഫുട്ബോളാണ്, ഹാൻഡ്ബോൾ അല്ല. ബോൾ കണ്ടാൽ അപ്പോൾ കൈകൊണ്ട് പിടിക്കുന്ന ചാമ്പ്യൻ മെഗാ ഓൺ സ്ട്രൈക്ക്. രണ്ട് കൈകളും ചാമ്പ്യൻ മെഗാ ഓൺ സ്ട്രൈക്ക്. മെസ്സി എന്ന് പറയപ്പെടുന്ന മെഗാ മെസ്സി എങ്ങോട്ട് കൈകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പോകുന്നു ഔട്ടിലേക്ക്. നല്ലൊരു കിക്കായിരുന്നു, അത് മാറ്റി. അതൊരു ബൂം കിക്ക് ബാബ ഷോട്ടായിരുന്നു. ഞാൻ സ്പീക്കർ അവിടേക്ക് ഇങ്ങനെ വെക്കാം അല്ലേ? ഇവിടെ അവിടെ ആരുമില്ല. വീട്ടിൽ പോയാ അബ്സെന്റ് ആവും എല്ലാവരും. ഇങ്ങനെ ഇവിടെ വെച്ചാൽ മതി, നമുക്ക് കേൾക്കണം. തള്ളിയിട്ടിരിക്കുന്നു, ആരെയോ തള്ളിയിട്ടില്ല. ഉയർന്നെഴുന്നേറ്റ് അതുല്യക്ക് ഒരു കൈയ്യടി പ്ലീസ്. യെസ്, അതുല്യ രണ്ടാമത് എണീറ്റിരിക്കുകയാണ്. കംബാക്ക് മൊമെന്റ്. സ്വന്തം ടീമാണ് എന്ന് പോലും നോക്കാതെ മേഘ അതുലിനെ തട്ടിയിട്ട് വീഴ്ത്തിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ജാലിബ എന്തൊക്കെയോ മേഘ ഇത് WWE അല്ല. മേഘ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഫുട്ബോളാണ് ഇത്, ഫുട്ബോൾ. അതിൽ സൂപ്പർമാൻ അതിനെ കുറിച്ച് വല്ല രണ്ട് വാക്ക്. സൂപ്പർമാൻ അതുൽ. മേഘ എന്തൊക്കെയോ ചെയ്യുകയാണ്. മേഘയ്ക്ക് ഷോട്ടാകുന്നു, പക്ഷേ ഡിഫെൻഡ് ചെയ്യുന്നു. അർജന്റീന വീണ്ടും കളിക്കുകയാണ്. ഗ്രൗണ്ടിൽ എങ്ങോട്ടൊക്കെയാണെന്ന് അറിയുന്നില്ല. ജാൻവി മൂക്ക് തോണ്ടെന്ന് മാറ്റിയിട്ട് ഗോൾ അടിക്കുന്നതാണ്. യെസ്, അത് വീണ്ടും അർജന്റീന കൊണ്ടുപോവുകയാണ്. നേരെ അസൂയയിലേക്ക് വന്നു, ഔട്ട്. ബ്രസീലിന്റെ ബോളാണ്. അതുല്യ സൈഡിൽ നിന്നും അടിക്കേണ്ടതാണ്. അതുല്യ ഉയർത്തെഴുന്നേറ്റ അതുല്യ കൈ കൊണ്ടല്ല കാലുകൊണ്ടാണ് അടിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കാലുകൊണ്ടടിക്കുക അതുല്യ, കൈ കൊണ്ടടിക്കാൻ ഇത് ബാസ്കറ്റ് ബോൾ അല്ല. ആ ദേഷ്യം ബോളിൽ കാണിക്കുന്നുണ്ട് അതുല്യ. ഉയർത്തെഴുന്നേറ്റ മേഘ വീണ്ടും WWE അല്ല. ആരൊക്കെ തള്ളിപ്പിച്ചത് ഹാൻഡ്ബോൾ ആകുന്നു. ആരൊക്കെ അടികൊടുന്നു. ഇത് ബാബു ആന്റണിയും ബാബുരാജും തമ്മിലുള്ള യുദ്ധം പോലെ. ബാബു ആന്റണി ഫുട്ബോൾ കളിക്കുവാനാണ്, തല്ലുകൂടാൻ ബോക്സിംഗ് കളി വേറെ ഒരുക്കുന്നുണ്ട്. യെസ്, വീണ്ടും മേഘയ്ക്കാണ്. മേഘ പിന്നലേക്ക് അടിക്കുന്നു. ആരുടെ കൈ ബോൾ കിട്ടുന്നു. ശ്രീജിത എങ്ങോട്ട് അടിക്കുന്നു. യെസ്, അർജന്റീന ഔട്ടിലേക്ക് അടിച്ചിരിക്കുന്നു. ബ്രസീലിന്റെ ബോൾ. ബ്രസീൽ കൊണ്ട് ജാൻവി എല്ലാവർക്കും ബർത്ത്ഡേ ഷോട്ട് മന്തി. അതുല്യ, ഇത് ഫുട്ബോളാണ്, ഹാൻഡ്ബോൾ അല്ല. ജാൻവി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നേരെ അർജന്റീന പരസ്പരം തല്ലുകൂടിയാണ്. ഒന്നും മനസ്സിലാവുന്നില്ല. ഔട്ടിലേക്ക് അതൊരു ഗോൾ വാക്കുകളാണ് ജാൻവി പറയുന്നത്. അത് അൺപാർലമെന്ററി വാക്കായിട്ട് ഉപയോഗിക്കുന്നു. സെൻസേർഡ്. ഇനി അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച റെഡ് കാർഡ് തന്നെ പുറത്താക്കും. ജാൻവി ഇനി അത്തരം വാക്കുകൾ ഉപയോഗിച്ചാൽ റെഡ് കാർഡ് തരുന്നതാണ്. കേട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. നേരെ അർജന്റീന കാലിലേക്ക് വീണ്ടും വീണ്ടും അടിക്കുകയാണ്. ഹാരോൺ ബോളിൽ എന്തൊക്കെയോ കൂടോത്രം കാണിച്ചിട്ടുണ്ട്. എന്താകുമെന്ന് നമുക്ക് നോക്കാം. തോണ്ടിയെറിയേ നേരെ അർജന്റീന കാലിലേക്ക്
ജാലിബ അടുത്തിരിക്കുന്നു, വീണ്ടും അർജന്റീന ഡിഫൻഡ് ചെയ്തിരിക്കുന്നു, അത് നേരെ ഔട്ട്. ബ്രസീലിന്റെ ബോളാകുന്നു. എന്തൊക്കെയോ പറയുന്നത്. ഔട്ടിൽ നിന്നും അടിക്കുമോ, നിഹാലയ്ക്ക് അടിക്കുമോ, അതോ ആതിരയ്ക്ക് അടിക്കുമോ? ആതിരയുമുണ്ട് കളിക്കാൻ, ജാൻവിക്ക് അത് മനസ്സിലാവുന്നില്ല. നൂറ എന്ന് വിളിച്ചു കൂവി അടിച്ചിരിക്കുന്നത് അർജന്റീനയുടെ കാലിലേക്കാണ്. ജാൻവി ബോൾ, ആതിരയുടെ ഹാൻഡ് ബോൾ, ആതിരയുടെ ഹാൻഡ് ബോളാണ്. ആതിരയുടെ ഹാൻഡ് ബോൾ. കൊണ്ടിരിക്കുന്നുണ്ട്, ഹാൻഡ് ഇല്ല, ഹെഡ് ആണെന്നൊക്കെ പറഞ്ഞു. ഇതെന്താ ജാൻവിയുടെ ഫ്രീ കിക്ക്, ജാൻവി ജൂനിയറിന്റെ ഫ്രീ കിക്കാണ്. ജാൻവി ജൂനിയർ ബ്ലോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അടിക്കുന്നത് ജാൻവി ആണോ ഫ്രീ കിക്ക് അടിക്കുന്നത് മനസ്സിലാവുന്നില്ല. മേഘ, നീ അർജന്റീനയാണ്, അല്ലാതെ ബ്രസീൽ അല്ല. ജാൻവി കളി സ്റ്റാർട്ട് ചെയ്യാണ്. 1 2 3. അർജന്റീനയുടെ ബോളായിരുന്നു. അർജന്റീന മുന്നോട്ട് പോയി, അവിടെ തല്ലുമടിയമാവുകയാണ്. മുന്നോട്ട് പോകുന്നു, ആരെയൊക്കെ തല്ലി താഴെയിടുന്നു. ഒരൊറ്റടി നേരെ ഔട്ടിലേക്ക്. ഗോൾ കീപ്പർ, ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഗോൾ കീപ്പർ നിൽക്കുന്നു. ആതിരയും ജാനിയും സെയിം ടീമാണ്, രണ്ടുപേരും പരസ്പരം തല്ലുകൂടുകയാണ്. ജാൻവി ജാലിബ എന്ന് പറഞ്ഞിട്ട് ജാലിബ വീണ്ടും പോകുന്നു. ജാലിബ എന്തൊക്കെ ചെയ്യുന്നു? ആതിര ഇടയ്ക്കടി ഗോൾ അടിക്കുന്നു. ജാലിബ വീണ്ടും ഗോൾ അടിക്കുന്നു. നിഹാല എന്തൊക്കെയോ ചെയ്യുന്നു. ആരുടെയൊക്കെയോ കാലിൽ ബോൾ വരുന്നു. അവസാനം ആതിരയുടെ കാലിൽ ഗോൾ എത്തി. എന്തൊക്കെയോ സംഭവിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല മക്കളെ. ഇതിന്റെ ഇടയിൽ കൂടെ ക്യാമറമാൻ പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല. കഴിഞ്ഞ ബ്രസീലിൽ വട്ടപൂജ്യം അർജന്റീന പറ വാങ്ങിച്ചിട്ട് പോയി. എന്താണെന്ന് അറിയില്ല, അവിടെ പോയിട്ട് എന്തൊക്കെയോ പറയുന്നത്. ബ്രോ, അതിന്റെ ചാർജ് കഴിഞ്ഞോ? ഇതിന്റെ ചാർജ് കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട് ഇതിന്റെ ജീവൻ. ഷൂട്ടൗട്ടിലേക്കാണ് പോകുന്നത്, സമനിലയിലല്ല. മേഘ മെസ്സി പാസ് ചെയ്തിരിക്കുകയാണ്. എന്തോ ഒരു ടാക്ടിക്സ് ഉണ്ട് മേഘ മെസ്സിയുടെ കയ്യിൽ നിന്ന്. തല്ലണോ, ഇടിക്കണോ, പിച്ചണോ, മാന്തണോ? മേഘ മെസ്സി വീണ്ടും പോയിരിക്കുകയാണ്. നിലത്ത് വീണു മേഘ മെസ്സി. നേരെ ഐഡിയ പറയണമെന്ന് മനസ്സിലാവാതെ ജാലിബ. അതുല്യ എന്തൊക്കെയോ പറയുന്നു. തോറ്റ ടീമിന്റെ ക്യാപ്റ്റൻ ആദിത്യ ജാൻവിയോട് കമോൺ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങോട്ടാണോ കമോൺ? തോറ്റിട്ട് അവിടെ ഇരിക്കുക, വേഗം തോറ്റ് എന്റെ കൂടെ ഇരിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. കപ്പ് മാത്രം മതി ഞങ്ങൾക്ക്, ഇങ്ങനത്തെ കപ്പുകളൊന്നും ഞങ്ങൾക്ക് ലോകകപ്പ് മാത്രം മതി. കപ്പ വേണം എന്ന് പറയുന്നുണ്ട്. ലോകകപ്പ് മതി പറഞ്ഞ ഫിഫയുടെ ഫുൾ ഫോം. വാവ്, അതൊരു ഹെഡർ ആകുന്നു. ഹലോ മേഘ മെസ്സി ആർക്കോ ബോൾ കൊടുത്തിട്ടുണ്ട്. മേഘ മെസ്സി ഓടിപ്പോയി കൊടുക്കുന്നു. ജാൻവി അത് എന്റെ സ്പീക്കർ 4000 രൂപയുടെ എന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ ഔട്ട്, അടിച്ചുപോയി. ഹലോ സ്പീക്കർ അടിച്ച്. ടീം മറ്റേ വാഹിബ. മേഘ തല്ല്, മേഘ കൊല്ല്. സ്വന്തം ടീം തോറ്റാലും കുഴപ്പമില്ല, അർജന്റീന ഊക്കണം. കളിയുടെ ഒരു കളിയുടെ ഒരു മുന്നേറ്റം കണ്ടിട്ട് ഇതൊരു സമനിലയിൽ കലാശിക്കുന്ന പോലെയാണുള്ളത്. ഷൂട്ടൗട്ടിലേക്ക് എന്തായാലും പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നമുക്കിനി ഷൂട്ടൗട്ടിൽ കാണാം. ഓക്കെ, ഷൂട്ടൗട്ടിലേക്ക്
ഓക്കെ, അപ്പോൾ ഇത് കടയുന്ന ഷൂട്ടൗട്ടിലേക്ക് പോയിരിക്കുകയാണ്. പെനാൽറ്റി. ഓ അങ്ങനെ. ലക്ഷ്മി അമ്മ, നിങ്ങൾ അവിടെ സംസാരിക്കുന്നത് ഇതിൽ കിട്ടും. വേറൊന്നും പറഞ്ഞില്ലല്ലോ. പിടിച്ചോ. സൈഡിക്ക് മേഘേശി. ഓ ഇലോൺ സ്ട്രൈക്ക്. ടീനടുത്ത് കിട്ടി. അടിച്ച കിട്ടി. സൈഡ്. അയ്യോ, ഓ എന്തോ തന്ത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മറ്റത് എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട്. ഓ നിർണായക നിമിഷമാണ്. നിർണായകം. ദിസ് ഇസ് നിർണായക നിമിഷം. ഓ അതാ സീനാണോ നിമിഷം. എടാ മോനെ എന്താ അതെന്താ പിടിച്ചോ? രണ്ടുപേരും ഈക്വല്. ആര് ജയിക്കുന്ന അറിയില്ല. പറഞ്ഞോ. ലാസ്റ്റ് നിർണായക നിമിഷം. പുറത്തു നിന്നും വരുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. സൈഡ്. ഷോട്ട്. 10 നമ്പർ ജേഴ്സിയുള്ള എങ്ങോട്ടോ ഗോൾ കീപ്പറിന്റെ കയ്യിലേക്ക്. അതൊരു ബൂം ഷോട്ട് ആകുന്നു. അടിപൊളി ഷോട്ട്. അനുശ്രീ ജയിച്ചില്ലല്ലോ. ഇതെന്തായി? നീണ്ടു പോകുമെന്ന് കരുതുന്നു. അപ്പൊ ആര് വേണമെങ്കിൽ നിൽക്കാലോ. ഗോൾ കീപ്പറാണ്. ഇതൊക്കെ ഏത് റൂൾസ്? വേൾഡ് കപ്പിൽ പോലും ഇത്രയും ആവേശഭരിതമായ കളികൾ. മോനെ ലക്ഷ്മി അമ്മ, ഇതൊക്കെ ഏതാ റൂൾസ്? ഗോൾ കീപ്പറാണ് അടിക്കുന്നത്. അടിക്കാൻ ആളില്ലാത്ത ഗോൾ കീപ്പർ അടിക്കുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻ. അത് ഉള്ളിക്കാണെങ്കിൽ കിട്ടി. ഗോൾ കീപ്പർ ഇനി അർജന്റീന ഗോൾ സ്റ്റാർ അടിക്കുക അടുത്തത്. ഡിഫെൻഡ് ചെയ്യുക. നേരെയല്ല, സൈഡ് വരും. ടോസ് അടി. അതാണോ? ആര് എല്ലാരും അടിച്ചു കഴിഞ്ഞോ? ശരി, ഇനി അവർക്ക് ഇഷ്ടമുള്ള ഒരാൾ അടിക്കട്ടെ, കുഴപ്പമില്ല. അങ്ങനെ വെക്കാൻ പറയും. അങ്ങനെ മൂന്നെണ്ണ, ലാസ്റ്റ് 3.
ഇല്ല ഇല്ല ഇല്ല. മാറ്റാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. എടാ ഇത് അവസാനിക്കുന്നില്ലല്ലോ. മേഘ മെസ്സിയുടെ ഗോളാണ് തോന്നുന്നു. 3 പേരിട്ട് നല്ല നല്ല ടോപ്പ് ഗോളി തന്നെ. സമയമില്ലാതെ മേഘ മെസ്സി ഗോളിലേക്ക് പോകും. ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ള മേഘേഷിന്റെ ഗോള്. മേഘ മെസ്സി എന്നാൽ റിയൽ വുമൺ മെസ്സി. പെൺപുലി അർജന്റീനയുടെ പെൺപുലിയായ മേഘ മെസ്സിയുടെ അത്യുഗ്രൻ ഗോൾ. ഇനി കിട്ടി. നെയ്മർ എന്ന് സ്വയം വിളിക്കുന്ന ജാൻവി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജാൻവി ഷോ ഓഫ് ആണ്. ഇത് അർജന്റീനയുടെ അത്യുഗ്രൻ ജയമായിട്ടില്ല. ഇനിയുണ്ട് 3 പടച്ചോനെ ഞങ്ങളെ ഓക്കെ ദാറ്റ്സ് ഓക്കെ. ഫൈനലില്ലേ ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു നിമിഷത്തിൽ അതിൽ എന്താണ് പറയാനുള്ളത്? ഈ ഒരു നിമിഷത്തിൽ എന്താ കളിച്ച് ജയിച്ചു? ബോയ്സിന്റെ ബോയ്സ് ടീം ലക്ഷ്മി അമ്മാൾ ഗോളി. ഗൈസ്, അപ്പോ നമ്മളുടെ കളിയാണ്. വ്ളോഗും ചെയ്യും, അതിന്റെ ഇടയിൽ കളിയുണ്ട്. എടാ എന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ, എനിക്ക് കളിയൊന്നും അറിയൂല. എടാ പടി നിക്ക്, അത് ഇട്ടില്ലല്ലോ നിങ്ങള്. ഇങ്ങട് ഓ ഇല്ല ഓക്കെ സോക്സ് സോക്സ് അടി. പോയി എടാ അടി ഇങ്ങടെ ഹാൻഡാ
നല്ല ചാൻസ് മിസ്സാക്കി. ഓ അത് നല്ല ഗോള്. ഗായ്സ് അടിച്ചു പോയിരിക്കുകയാണ് ഗായ്സ്. എടേ അല്ലേ ഓ ശരി അടി അടി ആ ഓഹോ എടാ കേറി നിക്കടാ. അർജന്റീന മതിയോ? അത് നമ്മളടിച്ചാലോ? ഇത് ഓടാ പയ്യടാ. അപ്പുറത്ത് പോ. ദിൽജിത്തിന് കൊടുക്കാൻ ആളില്ലടാ. പോടാ ജയിച്ച. എടാ കളിക്കാൻ അറിയില്ലടാ ഫുട്ബോളൊന്നും. ഫസ്റ്റ് ടൈമാണ് ബോളിൽ തുടരുന്നത്. എടി നീ പറയുന്നത് കേൾക്കൂല നസ്രി, നീ പറയുന്നത് കേൾക്കൂല. ഗായ്സ് നമ്മൾ ഗംഭീരമായിട്ട് തോറ്റിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് കളി അറിയൂല. ക്രിക്കറ്റ് ആണെങ്കിൽ എന്തെങ്കിലും നോക്കായിരുന്നു. ആദ്യമായിട്ടാണ് ഫുട്ബോൾ തട്ടുന്നത് ഇപ്പം തന്നെ. വെള്ളം വേണം. ചാടിക്കറി അപ്പുറത്തെ ടീമിൽ പോയത് ഭാര്യയും തോറ്റു ഭർത്താവും തോറ്റു. ഓ പിന്നെ അങ്ങനെയാണെങ്കിൽ കയറി നിൽക്കണമായിരുന്നു. എടാ നീ എന്താ നിവിൻ്റെ ടീമിൽ കയറിയത്? നിങ്ങൾ നല്ല കളിട്ടാ. നിങ്ങളെന്താ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട്? ഓ ഗേൾസിന്റെ ടീമിൽ മാത്രം ഫസ്റ്റ് ഹാഫ് വേറെ ഗോളിൽ നിൽക്കാൻ പറ്റില്ല. ഇവനിക്ക് ആരോണ് സീൻ ഇട്ടോ ശരിക്ക്. ലിജയ് സാർ ഒരു രക്ഷയില്ല. അതിഗംഭീരമായിട്ട് ഇല്ലല്ലേ നമ്മളെ തൂക്കും. ഇതുവരെ എത്തിയതൊക്കെ എന്റർടൈൻമെന്റ് ഇതാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ചെക്കൻ ഗോളിയായി നിന്നു, അത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ തോറ്റത്, അല്ലെങ്കിൽ ജയിക്കായിരുന്നു. 5 സ്റ്റാർ ഡു നത്തിങ്. എന്നാ ഇത് ഓഫായി. പൈക്ക് കിട്ടിയിട്ടുണ്ട്. വരുന്നുണ്ട്. ഓണാണ്. ഫൈനൽ മാച്ച് ജർമ്മനി വേഴ്സസ് അർജന്റീന. മേഘാ മെസ്സിയുടെ അത്യുഗ്രനടിയായിരുന്നു. അത് ഔട്ടിലേക്ക് പോയി. നമ്മുടെ കളി ജയിച്ചതും കൂടെ പറ. 5-0 അവര്. 5-0 അവന്മാര്. ഇവനാണ് തോറ്റത്. ജർമ്മനിയുടെ ത്രോയാണ്. പാസ് കൊടുക്കണോ എന്നറിയാതെ നിൽക്കുകയാണ്. ജർമ്മനി ടീം മാനേജർ സൈലന്റ് ആയിരിക്കുകയാണ്. വാവ്, ലക്ഷ്മി അമ്മാളിലേക്ക് വേണ്ടി അതിനേരെ അർജന്റീനയുടെ കാലിലേക്ക്. അർജന്റീന ഞാൻ ഓടിപ്പോയി. ദിൽജിത്തിന്റെ പറയാൻ പാടില്ലാത്ത ദിൽജിത്ത് മാറിക്കൊടുക്കേണ്ടതാണ്. എന്തി പറയാൻ പാടില്ലാത്ത സ്ഥലം. ദിൽജിത്ത് ഒതുങ്ങിയിരിക്കുകയാണ് പേടിച്ചിട്ട്. മെസ്സി മേഘാ മെസ്സി ഔട്ടിലേക്ക് അടി. മേഘാ മെസ്സി ഔട്ടിലേക്ക് അടിച്ചു. അതൊരു ഗോൾ കിക്ക് ആകുന്നു. ലക്ഷ്മി അമ്മ 5 സ്റ്റാർ ഡു നത്തിങ്. ഗോൾ കീപ്പർ
എന്തൊക്കെയോ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങോട്ടാണ് എറിയുന്നത് എന്നറിയാതെ ഗോൾ കീപ്പർ വീശിക്കൊണ്ടിരിക്കുന്നു നേരെ മറ്റവളുടെ മണ്ടയിലേക്ക്. മണ്ടയിലേക്ക് ഫ്രം പാലക്കാട്. വീണ്ടും ഗോൾ കീപ്പർ ആവശ്യമില്ല. കാണികൾ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അവനവന്റെ ടീമിന് വേണ്ടിയിട്ട്. മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പാടില്ല. ഓക്കെ, അതും അവൾ എന്റെ ടീമാണ്. മേഘയുടെ കാലാണത്. ബോളല്ല ഞാൻ അടിച്ചു. മേഘയ്ക്ക് റെഡ് കാർഡ് കൊടുക്കണമെന്നാണ് കാണികളുടെ അഭ്യർത്ഥന. റഫറി കാണികളുടെ അഭ്യർത്ഥന കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എത്ര അഭ്യർത്ഥന! അയ്യോ, ലക്ഷ്മി അമ്മാൾ ഇല്ലെങ്കിൽ ജർമ്മനിയുടെ മെയിൻ പ്ലെയറായ ലക്ഷ്മി അമ്മാളിനെയാണ് മേഘ ചവിട്ടി താഴെയിട്ടിരിക്കുന്നത്. ഐ റിപ്പീറ്റ്, ചവിട്ടി താഴെയിട്ടിരിക്കുന്നത്. ലക്ഷ്മി അമ്മാൾ പൂർവാധികം രണ്ടാമത് വന്നിരിക്കുകയാണ്. വെള്ളമാണോ എന്താണ് കുടിച്ചതെന്ന് അറിയില്ല. റെഡ് ബുൾ ആണോ വെള്ളമാണോ? അല്ലല്ല, അനൈനെ കൊടുത്ത്. കളി റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അർജന്റീനയുടെ സ്ട്രൈക്കാണത്. ജർമ്മനിയുടെ മാനേജർ വഴിമാറിയിരിക്കുകയാണ്. ജർമ്മനിയുടെ മാനേജർ ഇതിലേക്ക് നോക്കുക. ജർമ്മനിയുടെ മുന്നേറ്റമാണ്. നേരെ റഷ്മിയമാനിൽ നിന്നും ജർമ്മനിയുടെ ഡിഫൻഡറിലേക്ക് പോയിക്കുന്നു. ഡിഫൻഡർ വീണ്ടും ജർമ്മനിയുടെ മാനേജർ എണീച്ചിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്നും എണീച്ചിട്ടുണ്ട്. വിസിലൊക്കെ അടിച്ചു വരുന്നുണ്ട്. മോഡലുണ്ട്. അതോ ഗോൾ കിക്കാണോ? ഒന്നും അറിയാത്ത കമന്റേറ്റർ ഒന്നും ചെയ്യാതെ ഇരിക്കോ? ഈ സൈസ ഇത് ഉറങ്ങിയ ഗെയിമായിട്ടാണ് തോന്നുന്നത്. ഓങ്ങിയെറിയാണ്. അതാ നേരെ ജർമ്മനിയുടെ കാലിലേക്ക്. ജർമ്മനി വീണ്ടും എന്തൊക്കെ ചെയ്യുന്നു? എല്ലാ ടീമിനും അറിയില്ല. നേരെ ജർമ്മനി കാലിലേക്ക്. ജർമ്മനി നേരെ പരസ്പരം തല്ലുകൂടുന്നു. ഹാൻഡ് ചെയ്യാൻ നോക്കി പക്ഷെ കിട്ടിയില്ല. അർജന്റീന മുന്നേറ്റമാണ്. അർജന്റീന ജർമ്മനി അടിച്ച് ഔട്ടായിട്ട്. മറ്റേ ജർമ്മനിയാ. സോളിഡ് എന്നൊക്കെ പറയുന്നത് ജർമ്മനി മാനേജർ എന്താണെന്ന് മനസ്സിലാവുന്നത് പിള്ളേർക്ക് എന്താണ് സോളിഡ് എന്ന് അറിയാതെ ചെയ്യുകയാണ്. മേഘാ മെസ്സി അർജന്റീനയിൽ ആകെയുള്ളത് മേഘാ മെസ്സി മാത്രം. മേഘാ മെസ്സി തന്നെ ഔട്ടിൽ നിന്നും അടിക്കുന്നു. മേഘാ മെസ്സി തന്നെ ഡ്രിബിൾ ചെയ്യുന്നു. മേഘാ മെസ്സി തന്നെ ഗോളിലേക്ക് പോകുന്നു. യെസ്, അർജന്റീന നേരെ കോർണർ കിക്ക് അല്ല, കഴിഞ്ഞ പെനാൽറ്റി. ഫൈനലി പെനാൽറ്റിയിലേക്ക് പോയിരിക്കുകയാണ് അർജന്റീന വിയസ് ജർമ്മനി. അയ്യോ, ഓക്കെ, എനിക്കറിയില്ല. ഗോളിയുടെ പേരെന്താ? അടിക്കാൻ അത് എന്ത് ഗോളത്? സിമ്പിളാടാ, സിമ്പിളാടാ, സിമ്പിളാടാ. ഓ
തുരുപ്പ് ചീട്ട് ലക്ഷ്മി അമ്മാൾ ജർമ്മനിയുടെ തുരുപ്പ് ചീട്ട് വീണിരിക്കുകയാണ്. നമ്മള് 2 എണ്ണം കയറി, ഞങ്ങള് 2 അടിച്ചു. ആ അത്ര തന്നെ. ഇത് അടിച്ച കിട്ടി, ഇത് അടിച്ചാൽ നമ്മൾ ജയിച്ചു. അർജന്റീന ജയിച്ചു. ഇതിപ്പോ ഇവരിന്റെ എത്രാമത്തെയോ, 2-മത്തെയോ 3-മത്തെയോ? നമ്മൾ 3 അടിച്ചില്ലേ, അവര് 1 അടിച്ചുള്ളൂ. പിന്നെ ഇനി എന്ത് ജയിക്കാനാ? 4 5 ഉണ്ട്. ആ ശരിയാണ്, 5 ഉണ്ട്. തീരെ പിടിച്ചോ? ജയിച്ചില്ലേ, ജയിച്ചില്ലേ? ഫ്ലാഗ് ഫ്ലാഗ് അവിടെ, ഫ്ലാഗ് അവിടെ, ഫ്ലാഗ് ഫ്ലാഗ് അവിടെ, ഫ്ലാഗ് അവിടെ. പാട്ടിട്ട് കൊടുക്കും അവർക്ക് സ്വല്പം മ്യൂസിക്. മൈക്ക് കൊടുക്കും, മൈക്ക് കൊടുക്കും, മൈക്ക്. ആ പറ പറ. മൈക്കിൽ പറഞ്ഞ എല്ലാരും കേക്കട്ടെ. ദിൽജിത്തെ പങ്കെടുക്കൂ. ഇത് പിടിക്ക്, നിങ്ങള് മറ്റേതല്ലേ പിടി, ഇത് പിടി. എല്ലാരും ചെയ്യുന്നുള്ളൂ. എടാ നമ്മള് മാത്രോ? എടാ ഫോട്ടോ എടുക്കുന്നത് ആരും നീ കൊടുക്കടാ. ജയിച്ച് ശരി ബാപ്പു. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മൾ കപ്പടിക്കും, നമ്മൾ കൊണ്ടുപോയി. ആൾക്കാർക്കനുസരിച്ച് ടീം പറഞ്ഞാൽ